ഹായ് ഓൾ, വെൽക്കം ടു എഡ്ഫിൽ ലേണിംഗ്. നമ്മൾ സൈക്കോളജിയുടെ ഭാഗത്ത് നിന്നുള്ള PYQ അനാലിസിസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ആദ്യത്തെ സെക്ഷൻ എല്ലാവരും കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ നമ്മൾ രണ്ടാമത്തെ സെക്ഷനാണ് PYQസിൻ്റെ കാറ്റഗറി 1, 2 അതുപോലെ തന്നെ 4 ആവശ്യമായിട്ടുള്ള റിപ്പീറ്റഡ് ആയിട്ടുള്ള PYQs ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലും ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. മനുഷ്യ വികാസത്തിലെ ആദ്യ ഘട്ടം ഏത്? അപ്പോൾ ആദ്യത്തെ ഘട്ടം ഏതാണെന്നാണ് ശൈശവം, ബാല്യകാലം, കൗമാരം, പ്രാഗ് ജന്മഘട്ടം. അപ്പോൾ നമുക്കറിയാം എന്ത്, നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ശൈശവം കാണുമ്പോൾ കൺഫ്യൂസിങ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ശൈശവമാണല്ലോ എന്നുള്ളത്. അപ്പം മനുഷ്യ വികാസത്തിലെ ആദ്യത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ ജനനത്തിന് മുമ്പ് എന്ത് ചെയ്യുന്നുണ്ട്? വികാസം സംഭവിക്കുന്നുണ്ട്. ജനിച്ചതിന് ശേഷവും വികാസം സംഭവിക്കുന്നുണ്ട്. അപ്പോൾ പ്രാഗ് ജന്മഘട്ടം, പ്രീനാറ്റൽ സ്റ്റേജ്, അതായത് ജനനത്തിന് മുമ്പുള്ള ആ ഒരു കാലഘട്ടമാണ് പ്രീനാറ്റൽ സ്റ്റേജ് എന്ന് അറിയപ്പെടുന്നത്. അതാണ് വരുന്നത് വികാസത്തിലെ ആദ്യഘട്ടം. ഈ തന്നിട്ടുള്ളതിൽ ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുമ്പോൾ പ്രീനാറ്റൽ സ്റ്റേജ് ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ഘട്ടങ്ങളായിട്ട് എന്ത് ചെയ്യണം, നമുക്കത് നോക്കാം. അപ്പോൾ വികാസഘട്ടങ്ങളെ ജനനത്തിന് മുമ്പ് അതുപോലെ തന്നെ ജനനത്തിന് ശേഷം എന്നിങ്ങനെ 2 ഉപഘട്ടങ്ങളായിട്ട് വേർതിരിച്ചിട്ടുണ്ട്. നമുക്കത് ഏതൊക്കെയാണ് നോക്കാം. ഒന്നാമത്തേത് എന്ന് പറയുന്നത് പ്രാഗ് ജന്മഘട്ടം അല്ലെങ്കിൽ ജനന പൂർവ്വഘട്ടം. അപ്പോൾ പ്രീനാറ്റൽ സ്റ്റേജ്, അതുപോലെ തന്നെ ജനനാന്തര ഘട്ടം, പോസ്റ്റ് നാറ്റൽ സ്റ്റേജ്. അങ്ങനെ 2 സ്റ്റേജ് ആയിട്ട്, ഒന്ന് ജനനത്തിന് മുമ്പുള്ളത്, മറ്റേത് ജനനത്തിന് ശേഷമുള്ളത്. ഇതിൽ തന്നെ വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, സബ്ബായിട്ട് 3 സബ് വരുന്നുണ്ട്, ഇവിടെ 5 സബ് വരുന്നുണ്ട്. അപ്പോൾ ഈ പ്രാഗ് ജന്മഘട്ടം എന്ന് പറയുന്നത് ബീജാങ്കുരണ ഘട്ടം, അതുപോലെ തന്നെ ഭ്രൂണഘട്ടം, ഗർഭഘട്ടമായിട്ട് വീണ്ടും എന്ത് ചെയ്തിട്ടുണ്ട്, സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഗർഭധാരണം മുതൽ നമ്മൾ ഈ ജനനം വരെയുള്ള ആ ഒരു സ്റ്റേജ് ആണ് എന്തുദ്ദേശിക്കുന്നത്, ഈ ഒരു പ്രാഗ് ജന്മഘട്ടം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ ഗർഭധാരണം മുതൽ 2 ആഴ്ച വരെയുള്ള കാലഘട്ടമാണെങ്കിൽ ആ ഒരു കാലഘട്ടം അറിയപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ ബീജാങ്കുരണ ഘട്ടം എന്നാണ്. അപ്പോൾ ഗർഭധാരണം മുതൽ 2 ആഴ്ച വരെ എന്ന് പറയുമ്പോൾ ബീജാങ്കുരണ ഘട്ടം അല്ലെങ്കിൽ സ്ഫുരണഘട്ടം എന്നും അറിയപ്പെടുന്നുണ്ട്. ഇനി ഭ്രൂണഘട്ടം എന്ന് പറയുന്നത് 2ാമത്തെ ആഴ്ചയുടെ അവസാനം മുതൽ 10ാമത്തെ ആഴ്ച വരെയുള്ള ആ ഒരു ഘട്ടമാണ് ഭ്രൂണഘട്ടം എന്ന് അറിയപ്പെടുന്നത്. 10ാമത്തെ ആഴ്ച മുതൽ ജനനം വരെയുള്ള സ്റ്റേജാണ് ഗർഭഘട്ടം എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു പ്രാഗ് ജന്മഘട്ടത്തിൽ എന്തുണ്ട്, വീണ്ടും സബ്ബായിട്ട് 3 വരുന്നുണ്ട്. ഒന്ന് ബീജാങ്കുരണം, ഭ്രൂണം, അതുപോലെ തന്നെ ഗർഭഘട്ടം. അപ്പോൾ ഗർഭധാരണം മുതൽ 2 ആഴ്ച വരെ, 2 ആഴ്ചയുടെ അവസാനം മുതൽ 10 ആഴ്ച വരെ, പിന്നെ അതുപോലെ തന്നെ 10 ആഴ്ച മുതൽ ജനനം വരെ, അങ്ങനെ 3 ആയിട്ട് കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ജനനത്തിന് ശേഷമുള്ള ജനനാന്തര ഘട്ടങ്ങൾ എന്ന് പറയുന്നത് 5 ശൈശവം, അതുപോലെ തന്നെ ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം, ഇത്രയും വരുന്നുണ്ട്. ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം, ഓരോന്നിനും എന്തുണ്ട്, ഓരോ ഏജ് ലിമിറ്റ് വരുന്നുണ്ട്. അതൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ശൈശവമാണ് എന്നുണ്ടെങ്കിൽ ജനനം മുതൽ 2 അല്ലെങ്കിൽ 3 വയസ്സ് വരെയാണ്. ബാല്യം എന്ന് പറയുമ്പോൾ 3 to 12 വയസ്സ് വരെയാണ്. ബാല്യത്തിന് തന്നെ വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. ഒന്നാമത്തേന്ന് പറയുന്നത് ആദ്യ ബാല്യം, പിന്നെ മധ്യബാല്യം, അന്ത്യബാല്യം. അപ്പോൾ 3 മുതൽ 12 വയസ്സ് വരെയുള്ള ആ ഒരു കാലഘട്ടമാണ് നമ്മൾ ബാല്യമായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ബാല്യം തന്നെ 3 ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ ഓരോ കാറ്റഗറി 3 വെച്ച് ഡിവിഷനായിട്ട് വരും. അപ്പോൾ ആദ്യ ബാല്യം 3 മുതൽ 6 വയസ്സ് വരെ, മധ്യബാല്യം 6 to 9 വയസ്സ് വരെ, അന്ത്യബാല്യം എന്ന് പറയുന്നത് 9 മുതൽ 12 വയസ്സ് വരെയാണ് വരുന്നത്. അടുത്തത് കൗമാരമാണ്. കൗമാരം എന്ന് പറയുന്നത് 12 മുതൽ 18 അല്ലെങ്കിൽ 20 വയസ്സ് വരെ. അപ്പോൾ അടുത്തത് യൗവനം 20 to 50 വയസ്സ് വരെ. ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് വാർദ്ധക്യം, 50-ന് മുകളിലുള്ള കാലഘട്ടം. അപ്പോൾ വികാസഘട്ടങ്ങളെ പറ്റിയിട്ട് ചോദിച്ചു. ആദ്യത്തെ വികാസഘട്ടം എന്ന് പറഞ്ഞാൽ ജനനത്തിന് മുമ്പും എന്ത് ചെയ്യുന്നുണ്ട്, വികാസം സംഭവിക്കുന്നുണ്ട്. നമ്മൾ ഓർത്ത് വെക്കണം. ജനനത്തിന് മുമ്പ് പ്രാഗ് ജന്മഘട്ടം, പിന്നെ ജനനത്തിന് ശേഷമുള്ള വികാസം അറിയപ്പെടുന്നത് ജനനാന്തര ഘട്ടം എന്ന് പറയുന്നത്. അപ്പൊ ജനനം മുതൽ മരണം വരെയുള്ള ആ ഒരു സ്റ്റേജിൽ. അപ്പൊ നോക്കിയേ, ഇവിടെ ഇത് ആലോചിക്കുക, ബീജാങ്കുരണം, ഭ്രൂണഘട്ടം, ഗർഭഘട്ടം, ശൈശവം, ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം. അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം. ചോദ്യങ്ങൾ വരാറുണ്ട്. എറിക് എച്ച് എറിക്സന്റെ അഭിപ്രായത്തിൽ മനുഷ്യ വികാസത്തിന്റെ ഏത് ഘട്ടത്തിലാണ് സ്വബോധം അല്ലെങ്കിൽ റോൾ സംശയം എന്ന് പറയുന്നത് അനുഭവിക്കുന്നത്? അപ്പോൾ എറിക് എച്ച് എറിക്സൺ എന്ന് പറയുന്നത് ഓരോ കാലഘട്ടത്തിലും ഓരോ വ്യക്തികൾ ഫേസ് ചെയ്യുന്ന ആ ഒരു പ്രോബ്ലത്തിന്റെ ബേസ് ആയിട്ടാണ് ഈ ഒരു സിദ്ധാന്തം എന്ത് ചെയ്തിട്ടുള്ളത്, മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതിൽ സ്വബോധം അതുപോലെ തന്നെ റോൾ സംശയം എന്ന് പറയുന്നത് ഏത് കാറ്റഗറിയിലാണ് വരുന്നതെന്നാണ് ചോദ്യം. ഇത് ശൈശവം, അതുപോലെ തന്നെ ആദ്യബാല്യം, കൗമാരം, വാർദ്ധക്യം. ഇതിലെ ആൻസർ വരുന്നത് കൗമാരത്തിൽ
കാലഘട്ടത്തിലാണ് എന്ത് വരുന്നത്, സ്വബോധം അല്ലെങ്കിൽ റോൾ സംശയം എന്ന് പറയുന്ന ആ ഒരു ഫേസ്, ആ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. കൗമാര കാലഘട്ടത്തിൽ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണിത്. അപ്പോൾ ഈ ഒരു എറിക് എച്ച് എറിക്സന്റെ ഈ സിദ്ധാന്തത്തിൽ പ്രധാനമായിട്ടും ചോദിക്കുന്നത് ഇതേപോലെ തന്നെ ഏജ് ലിമിറ്റ് തന്നിട്ട് ഏത് കാലഘട്ടത്തിൽ ഫേസ് ചെയ്യുന്ന പ്രോബ്ലമാണ് ഒന്നാമത്തത്. അതല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിന്റെ പ്രത്യേകതയുണ്ട്. അത്തരത്തിലുള്ള ചോദ്യങ്ങൾ എറിക് എച്ച് എറിക്സന്റെ സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട് വരാറുണ്ട്. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. എറിക് എച്ച് എറിക്സന്റെ മനോസാമൂഹിക വികാസത്തിന്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? എറിക് എച്ച് എറിക്സൺ ആണ്. 8 ഘട്ടങ്ങളായിട്ടാണ് ഇത് പറയുന്നത്. ആദ്യത്തേത് എന്ന് പറയുന്നത് പ്രാഥമിക വിശ്വാസം വാസ് അവിശ്വാസം, ബേസിക് ട്രസ്റ്റ് അല്ലെങ്കിൽ ബേസിക് മിസ്ട്രസ്റ്റ്. അപ്പോൾ ഇതിന്റെ ഇംഗ്ലീഷ് വേർഡും അതുപോലെ തന്നെ മലയാളം വേർഡും ഒരുപോലെ അറിഞ്ഞിരിക്കണം. ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് 1 വയസ്സ് വരെ, ജനനം മുതൽ 1 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ ആ ഒരു കുട്ടി ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ട്രസ്റ്റിന്റെ മുകളിലുള്ള ഇഷ്യൂസ് ആണ്. വിശ്വസ്തത അല്ലെങ്കിൽ അവിശ്വാസം എന്ന് പറയുന്ന ഇതാണ് ആദ്യത്തെ ആ ഒരു കാലഘട്ടത്തിൽ ഫേസ് ചെയ്യുന്ന ഇഷ്യൂ. രണ്ടാമത്തേത് സ്വാശ്രയത്വം വാസ് ജാള്യത, അതുപോലെ സംശയം. 1 മുതൽ 3 വയസ്സ് വരെയുള്ള കാലഘട്ടം. 1 വരെ നമ്മുടെ വിശ്വാസം വാസ് അവിശ്വാസമാണ്. അപ്പൊ 1 തൊട്ട് 3 വയസ്സ് വരെയുള്ള കാലഘട്ടമാണ് സ്വാശ്രയത്വം, അതുപോലെ തന്നെ ജാള്യതയും സംശയവും. പിന്നെ മുൻകൈയെടുക്കൽ കുറ്റബോധം എന്ന് പറയുന്നത് 3 മുതൽ 6 വയസ്സ് വരെ. മുൻകൈയെടുക്കൽ കുറ്റബോധം 3 to 6 വയസ്സ് വരെയാണ്. ഊർജ്ജസ്വലത അല്ലെങ്കിൽ അപകർഷത അത് വരുന്നത് 6 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള സ്റ്റേജിൽ ഫേസ് ചെയ്യുന്ന ആ ഒരു പ്രോബ്ലമാണ്. 6 മുതൽ 12 വയസ്സ് വരെ ഊർജ്ജസ്വലത വാസ് അപകർഷത. ഇനി സ്വബോധം, റോൾ സംശയം. കൗമാര കാലഘട്ടം 12 to 18 വയസ്സ് വരെ. നമ്മളോട് നേരത്തെ ചോദിച്ചിട്ടുള്ള ചോദ്യം ഇതായിരുന്നു. ഇതിൽ ഓരോന്നും എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. പിന്നെ ഈ മുൻകൈയെടുക്കൽ കുറ്റബോധം, ഊർജ്ജസ്വലത, അപകർഷത ഇതൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ബിക്കോസ് നമ്മുടെ മുമ്പിലിരിക്കുന്ന കുട്ടികൾ പ്രധാനമായിട്ടും ഇപ്പോൾ LP UP ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുമ്പിലിരിക്കുന്ന കുട്ടികൾ വരുന്ന ഒരു ഏജ് ലിമിറ്റ് ആണ് ഈ പറഞ്ഞ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ പ്രീ പ്രൈമറി അതുപോലെ തന്നെ പ്രൈമറി സെക്ഷൻസിൽ വരുന്ന ഏജ് ലിമിറ്റ് അതും ഫോക്കസ് ചെയ്തിട്ട് ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ മുൻകൈയെടുക്കൽ കുറ്റബോധം, അതുപോലെ ഊർജ്ജസ്വലത, അപകർഷത എന്നുള്ളതും, അതുപോലെ സ്വബോധം, റോൾ സംശയം. പിന്നെ ആഴത്തിലുള്ള അടുപ്പം എന്ന് പറയുന്നത് യൗവന കാലഘട്ടത്തിലാണ്. 18 മുതൽ 35 വയസ്സ് വരെയുള്ള കാലഘട്ടം. സൃഷ്ടിപ്പ്, മുരടിപ്പ് 35 to 60 വയസ്സ് വരെ. മനസന്തുലനം, തളർച്ച, വാർദ്ധക്യമാണ് 60 വയസ്സിന് ശേഷം ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ് ആണ്. നമുക്കിത് ഓരോന്നും എന്ത് ചെയ്യണം, ഓരോന്നിലും എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യണം, പഠിക്കണം. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഓരോ ഘട്ടത്തിനും അതിൻ്റെതായിട്ടുള്ള പ്രതിസന്ധി ഉണ്ടെന്നും അതെങ്ങനെയാണ് തരണം ചെയ്യണം എന്നതിനെ അടിസ്ഥാനമാക്കിയുള്ള ഒരാളുടെ വ്യക്തിത്വം രൂപപ്പെടുന്ന അതിനടിസ്ഥാനമാക്കിയിട്ടാണ് ഒരാളുടെ വ്യക്തിത്വം രൂപപ്പെടുന്നത് എന്ന് പറയുന്ന സിദ്ധാന്തമാണിത് നമ്മുടെ എറിക്സന്റെ. അപ്പോൾ ഓരോ ഘട്ടത്തിലും എന്തുണ്ട്, ഓരോരുത്തരും ആസ് എ പേഴ്സൺ എന്നുള്ള രീതിയിൽ ഓരോ പ്രതിസന്ധി ഫേസ് ചെയ്ത് അത് തരണം ചെയ്ത് അടുത്തൊരു ഘട്ടത്തിലോട്ട് എത്തുമ്പോൾ അടുത്തൊരു പ്രതിസന്ധി എന്ത് ചെയ്യുന്നുണ്ട്, തരണം ചെയ്യുന്നുണ്ട്. അങ്ങനെ തരണം ചെയ്താണ് നമ്മൾ ഈ വാർദ്ധക്യം എന്ന് പറയുന്ന സ്റ്റേജിൽ എത്തുന്നത്. അപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് അവിടെ ഒരു പ്രതിസന്ധിയും കൂടി ഉണ്ടാവും. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് ആ ഒരു പ്രതിസന്ധി ഓവർകം ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ബെനിഫിറ്റ് ആണ്, ബെനിഫിറ്റ് മീൻസ് ആ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എന്തെല്ലാം കാര്യങ്ങൾ എന്തുണ്ട്, എങ്ങനെയാണ് പോസിറ്റീവായിട്ടാണോ നെഗറ്റീവായിട്ടാണോ എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഇതിൽ പറയുന്നുണ്ട്. അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ അദ്ദേഹത്തിന്റെ എറിക്സന്റെ ബുക്കാണ് ചൈൽഡ്ഹുഡ് ആൻഡ് സൊസൈറ്റി, അതുപോലെ ഐഡന്റിറ്റി, യൂത്ത് ആൻഡ് ക്രൈസിസ്. അപ്പോൾ ഈ 2 ബുക്കിന്റെ പേരും വെച്ചിട്ട് ചോദ്യം വന്നിട്ടുണ്ട്. ഇതാരുടെ പുസ്തകമാണെന്നുള്ള ചോദ്യം കേട്ട എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. പിയർ പഠിച്ചിട്ടില്ലെങ്കിലും പുസ്തകം എന്തായാലും പഠിച്ചിരിക്കണം. അപ്പൊ ആദ്യത്തെ സ്റ്റേജ് ആയിട്ടുള്ള ഇത് നമുക്ക് നോക്കാം. പ്രാഥമിക വിശ്വാസം വാസ് അവിശ്വാസം, ബേസിക് ട്രസ്റ്റ്, അതുപോലെ ബേസിക് മിസ്ട്രസ്റ്റ്. ഈ ഒരു കാറ്റഗറിയിൽ എറിക്സൺ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ ഫേസ് ചെയ്യുന്ന പ്രോബ്ലം ആണ് എന്ത്, ട്രസ്റ്റും അതുപോലെ തന്നെ മിസ്ട്രസ്റ്റും എന്ന് പറയുന്നത്. ആദ്യ കൊല്ലത്തെ അനുഭവങ്ങളിൽ നിന്ന് തന്നെ ലോകത്തിന്റെ വിശ്വസ്തതയെ കുറിച്ച് ഒരു പ്രാഥമിക ധാരണ ശിശുവിൽ ഉടലെടുക്കുന്നു. അപ്പൊ പ്രാഥമികമായിട്ടുള്ള ധാരണ ഉടലെടുക്കുന്ന ആ ഒരു ഘട്ടം എന്ന് പറയുന്നത് ഏതാണ്, ആദ്യത്തെ ഘട്ടമായിട്ടുള്ള വിശ്വാസം വാസ് അവിശ്വാസം അല്ലെങ്കിൽ ബേസിക് ട്രസ്റ്റ് വാസ് ബേസിക് മിസ്ട്രസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ശിശുവിൽ ബേസിക് ആയിട്ടുള്ള ട്രസ്റ്റ് ഉടലെടുക്കുന്നത് ആദ്യത്തെ ആ 1 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിലാണ്. രണ്ടാമത്തേത് എന്ന് പറയുന്നത്, അപ്പോൾ ആദ്യത്തെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ബേസിക് ട്രസ്റ്റ് അല്ലെങ്കിൽ മിസ്ട്രസ്റ്റ്. ആ കുട്ടിക്ക് ആ ലോകത്തിനോടുള്ള ഒരു വിശ്വാസം വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ കുട്ടി ഫേസ് ചെയ്യുന്ന പ്രോബ്ലം എന്ന് പറയുന്നത് മിസ്ട്രസ്റ്റ് ആയിരിക്കും. എന്ത് കാര്യങ്ങളിലും ഭാവിയിൽ ഒരു ട്രസ്റ്റ്
ട്രസ്റ്റ് ബിൽഡ് ചെയ്യാനായിട്ട് ട്രസ്റ്റ് ഉണ്ടാവില്ല. എല്ലാം ഒരു അവിശ്വാസപരമായിട്ട് കാണാൻ ഇതുള്ളതാണോ ഇല്ലാത്തതാണോ എന്ന് എല്ലാ കാര്യത്തിലും ഒരു ട്രസ്റ്റിന്റെ പ്രോബ്ലം വന്നിട്ടുണ്ടാവും. ട്രസ്റ്റ് എന്ന് പറയുന്ന ട്രസ്റ്റ് ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അത് മിസ്ട്രസ്റ്റ് ആയിട്ടാണ്. പിന്നെ ട്രസ്റ്റ് ലോകത്തെ പറ്റിയിട്ടുള്ളൊരു വിശ്വാസം കുട്ടിക്ക് വന്നിട്ടില്ല, അല്ലെങ്കിൽ കുട്ടിക്ക് ബോധ്യപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ കുട്ടി മിസ്ട്രസ്റ്റ് ആയിട്ടുള്ള അത് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. അടുത്തത് സ്വാശ്രയത്വം വാസ് ജാള്യതയാണ്. അപ്പോൾ 1 വയസ്സ് മുതൽ 3 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിലാണ് സ്വാശ്രയത്വം വാസ് ജാള്യത എന്ന് പറയുന്നത് വരുന്നത്. അപ്പോൾ തന്നെ നിയന്ത്രിക്കുന്നതിനുള്ള കഴിവ് ആദ്യമായി പരീക്ഷിക്കപ്പെടുന്നത് മലവിസർജനത്തിലെ നിയന്ത്രണങ്ങൾ വരുമ്പോഴാണ്. അപ്പോൾ കുട്ടി സെൽഫായിട്ട് നിയന്ത്രണം എന്ന് പറയുന്നത് കൊണ്ടുവരുന്ന ഈ ഒരു സ്റ്റേജ് മലവിസർജനത്തിലുള്ള നിയന്ത്രണമാണ്. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ മലവിസർജനത്തിലുള്ള നിയന്ത്രണം കൊണ്ടുവരുന്ന അല്ലെങ്കിൽ നിയന്ത്രണങ്ങൾ കുട്ടി കൊണ്ടുവരുന്ന സ്റ്റേജ് അതാന്നുള്ള ചോദ്യം വന്നിട്ടുണ്ട്. അപ്പൊ എന്താ പറയേണ്ടത്? സ്വാശ്രയത്വം വാസ് ജാള്യത അല്ലെങ്കിൽ സംശയം എന്ന് പറയുന്ന സ്റ്റേജിലാണ് ഈ ഒരു കാര്യം വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു കാര്യത്തിൽ പരാജയപ്പെടുന്ന സമയത്ത് ഈ മലവിസർജന നിയന്ത്രണം അവർ നിയന്ത്രിക്കാൻ ശ്രദ്ധിച്ചിട്ടും നിയന്ത്രണം ആയിട്ടില്ല എങ്കിൽ ഇങ്ങനെ പിടിച്ചു വെക്കുന്നത് കൃത്യമായിട്ട് അത് പുറന്തള്ളി പോവുക അങ്ങനത്തെ എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ, അതായത് ഈ ഒരു നിയന്ത്രണം എന്ന് പറയുന്നത് പരാജയപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വികാരമാണ് എന്ത്? ജാള്യത എന്ന് പറയുന്നത്. അപ്പോൾ അത് പ്രോപ്പറായിട്ട് നടന്നിട്ടില്ല എങ്കിൽ ആ കുട്ടി ഫേസ് ചെയ്യുന്ന ഇഷ്യൂ എന്ന് പറയുന്നത് എന്താണ്? ജാള്യത. തൻ്റെ ദൗർബല്യങ്ങൾ മറ്റുള്ളവരറിയുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയാണ് എന്ത്? ഈ ജാള്യത എന്ന് പറയുന്നത്. തൻ്റെ ദൗർബല്യങ്ങളെ പറ്റിയിട്ട് മറ്റുള്ളവരറിയുമ്പോഴുള്ള ആ ഒരു അവസ്ഥയാണ് എന്ത്? ജാള്യത. അപ്പോൾ രണ്ടാമത്തെ കാലഘട്ടം ഓർത്ത് വെക്കുക. രണ്ടാമത്തെ കാലഘട്ടം എന്ന് പറയുന്നത് മലവിസർജനത്തിലുള്ള ആ ഒരു നിയന്ത്രണത്തെ പറ്റിയിട്ട് പറയുന്നുണ്ട്. അടുത്തതെന്ന് പറയുന്നത് മുൻകൈയെടുക്കൽ കുറ്റബോധം. മുൻകൈയെടുക്കൽ കുറ്റബോധം എന്ന് പറയുന്നത് 3 മുതൽ 6 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ ആ ഒരു കുട്ടി ഫേസ് ചെയ്യുന്ന ഇഷ്യൂ ആണ് എന്ത്? മുൻകൈയെടുക്ക കുറ്റബോധം. അപ്പോൾ മുൻകൈ എടുക്കാനായിട്ട് അവസരങ്ങൾ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ കുട്ടി ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ് എന്ത്? കുറ്റബോധം എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇപ്പൊ കല്യാണങ്ങളിലൊക്കെ പോകുന്ന സമയത്ത് ഇപ്പോൾ 3 മുതൽ 6 വയസ്സ് വരെ എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്ന ചെറിയ ഇപ്പോൾ പ്രീ പ്രൈമറി ആ ഒരു സ്റ്റേജിലുള്ള കുട്ടികളായിരിക്കും. നമ്മളിപ്പോൾ എന്തെങ്കിലും മാരേജ് കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യുന്ന ടൈമിലൊക്കെ എന്നുണ്ടെങ്കിൽ കണ്ടിട്ടുണ്ടാവും പിള്ളേർ ഗ്ലാസും കൊണ്ടൊക്കെ ഇങ്ങനെയാണ് നടക്കുന്നത്. വെള്ളം കൊടുക്കാനും അതുപോലെ തന്നെ ഇലകൾ കൊടുക്കാനൊക്കെ ആയിട്ട് നടക്കുന്നത് എന്ത് ചെയ്തിട്ടുണ്ടാവും? നമ്മൾ കണ്ടിട്ടുണ്ടാവും. അതെന്ന് പറഞ്ഞാൽ അവരത് എടുക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാണ്? അത് വേണ്ട അല്ലെങ്കിൽ ഇത് വേണ്ട എന്ന് നമ്മൾ പറയുന്ന ആ ഒരു ടൈമിൽ എന്ന് പറഞ്ഞാൽ അവർ മുൻകൈ എടുക്കാനായിട്ട് നമ്മൾ അവസരം കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവരിൽ ഉണ്ടാകുന്ന ആ ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് കുറ്റബോധമാണ്. ഇപ്പം എനിക്കിത് കൊടുക്കാൻ പറ്റാഞ്ഞിട്ടാണോ, എനിക്കതിനുള്ള കഴിവില്ലാഞ്ഞിട്ടാണോ, ആ ഒരു സെൽഫായിട്ടുള്ള ഒരു കുറ്റബോധം എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ ബിൽഡ് ചെയ്യുന്നുണ്ട്, അവിടെ ഉടലെടുക്കുന്നുണ്ട്. അപ്പോൾ പല കാര്യങ്ങളും സ്വന്തമായി ചെയ്യാനായിട്ട് അവർക്ക് കഴിയും. അപ്പോൾ മുൻകൈ എടുക്കാനായിട്ട് അവസരം ലഭിച്ചിട്ടില്ല എങ്കിൽ അപ്പോൾ എന്തുണ്ടാവും? അവിടെ കുറ്റബോധം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാവും, ഉടലെടുക്കും. ഇനി അടുത്തൊരു ഘട്ടം എന്ന് പറയുന്നത് ഊർജ്ജസ്വലത വസ് അപകർഷതയാണ്. 6 മുതൽ 12 വയസ്സ് വരെ ഇമ്പോർട്ടൻ്റ് ആണ്. 6 മുതൽ 12 വയസ്സ് വരെ. അപ്പോൾ നമ്മളെ മുമ്പിലിരിക്കുന്ന LP അല്ലെങ്കിൽ UP കാറ്റഗറി നമ്മൾ ഫേസ് ചെയ്യേണ്ട പിള്ളേരുടെ ആ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഈ ഒരു രീതിയിലായിരിക്കും അവർ ഇതാക്കുന്ന അവർക്ക് വരുന്ന പ്രതിസന്ധി എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ ഊർജ്ജസ്വലത അല്ലെങ്കിൽ അപകർഷത ആയിരിക്കും. നമുക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. മറ്റുള്ളവരുമായിട്ട് കൂട്ടുകൂടാനും സഹകരണ മനോഭാവത്തോടെ പ്രവർത്തിക്കാനും അവരുടെ അംഗീകാരം നേടിയെടുക്കാനും കഴിഞ്ഞാൽ ഊർജ്ജസ്വലരാവും. അപ്പോൾ ഇതിൽ പരാജയപ്പെടുമ്പോഴുണ്ടാകുന്ന മാനസിക ഭാവമാണ് അപകർഷത. ഒന്നില്ലെങ്കിൽ ഉണർവ്, ആത്മവിശ്വാസം അല്ലെങ്കിൽ പ്രതീക്ഷകൾ, അല്ലാന്നുണ്ടെങ്കിൽ അപകർഷത. അപ്പോൾ അവർക്ക് സെൽഫായിട്ട് അവരുടെ കഴിവുകളൊക്കെ പുറത്തെടുക്കാൻ പറ്റുക, അതുപോലെ തന്നെ അവരെ മറ്റുള്ളവർ അംഗീകരിക്കുക, ആ ഒരു അവർക്ക് കിട്ടുന്ന പരിഗണന എല്ലാം പ്രോപ്പറായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ അവർ ഊർജ്ജസ്വലരായിട്ട് എല്ലാത്തിനും എന്തുണ്ടാവും? ഒരു ആത്മവിശ്വാസത്തോടു കൂടി അല്ലെങ്കിൽ എല്ലാം ഒരു കോൺഫിഡൻസോട് കൂടി കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു പ്രാപ്തി അവർക്ക് ഉണ്ടാവും. അതല്ല ഇതിന് ഓപ്പോസിറ്റ് ആണ് നടക്കുന്നതെങ്കിൽ അവർ ഫേസ് ചെയ്യുന്ന ആ ഒരു ഇഷ്യൂ ആണ് എന്ത്? അപകർഷത എന്ന് പറയുന്നത്. അപ്പൊ അതിന് ഇംഗ്ലീഷ് വേർഡും അതുപോലെ തന്നെ ഇൻഫീരിയോറിറ്റി, അപ്പോൾ ഇംഗ്ലീഷ് വേർഡ് ആണെങ്കിലും അതുപോലെ തന്നെ മലയാളം വേർഡ് ആണെന്നുണ്ടെങ്കിലും ഈക്വൽ ആയിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ്. അടുത്തത് സ്വബോധം വാസ് റോൾ സംശയം എന്ന് പറയുന്നത്. അപ്പോൾ
ഐഡന്റിറ്റി വേഴ്സ് റോൾ കൺഫ്യൂഷൻ. ഇങ്ങനെയും വരാറുണ്ട്, ഐഡന്റിറ്റി വേഴ്സ് റോൾ കൺഫ്യൂഷൻ എന്നുള്ള രീതിയിൽ ഈ ഒരു ഇംഗ്ലീഷ് ടേമിനെ മലയാളിവൽക്കരിച്ച് മംഗ്ലീഷാക്കിയിട്ട് എഴുതിയിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ട്. അതായത് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് കേട്ടിട്ട് എക്സാം എഴുതുന്ന സമയത്ത് നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ചില വേർഡ്സിന്റെ, ഇപ്പോൾ ഇതിൽ വരുന്നൊരു ക്വസ്റ്റ്യൻ കാണിച്ചിട്ട് ഇനി വരാൻ പോകുന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, നമുക്ക് ആ ഒരു വേർഡ് കണ്ടു കഴിഞ്ഞാൽ എന്താണ് ഇത് എന്താണ് എന്നുള്ളൊരു ഭയങ്കരമായിട്ടുള്ള ഒരു കൺഫ്യൂഷൻ നമുക്ക് എന്തായാലും സ്വാഭാവികമായിട്ടും വരുന്ന അത്തരത്തിലുള്ള വേർഡ്സ് ആണ് ഏറ്റവും വലിയ ഇപ്പോഴത്തെ കേട്ടറ്റ് എക്സാമിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ഇഷ്യൂ. നമ്മൾ പഠിച്ചത് ഒരു വേർഡ് ആയിരിക്കും, അവർ തരുന്നത് അതിന്റെ തന്നെ വേറൊരു വേർഡ് ആയിരിക്കും തരാം. അപ്പൊ നമുക്ക് ആകെ കൺഫ്യൂസിങ് ആയി പോകും, ഇതാണോ അതാണോ എന്നുള്ളൊരു ചിന്ത സ്വാഭാവികമായിട്ടും വരും. കാരണം നമ്മൾ പഠിച്ചത് എന്ന് പറയുന്നത് ഒന്നാണ്, ചോദിച്ചത് എന്ന് പറയുന്നത് വേറെ ഒന്നാണ്. അതുകൊണ്ടാണ് ഇംഗ്ലീഷ് ടേംസും മലയാളം ടേംസും കൃത്യമായിട്ട് പഠിക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത്. മലയാളത്തിൽ അവർ മാറ്റങ്ങൾ ഇഷ്ടം പോലെ കൊണ്ടുവരും. അപ്പൊ നമുക്ക് മലയാളം ആ വേർഡ്സ് നോക്കുന്ന ടൈമിൽ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ തോന്നിക്കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ടിൽ എന്താ ചെയ്യേണ്ടത്, തൊട്ടപ്പുറത്ത് എന്തായാലും ഇംഗ്ലീഷ് വേർഷൻ ഉണ്ടല്ലോ, അപ്പൊ ഇംഗ്ലീഷിന്റെ വേർഡ്സ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന്റെ ഓപ്ഷൻസ് ഒന്ന് കൺഫേം ചെയ്യാനായിട്ട് പറ്റും. അതായത് നമ്മുടെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ട്. അപ്പോൾ രണ്ട് ടേംസും പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ എന്ത് ചെയ്യാം, എലിമിനേറ്റ് ചെയ്ത് ആൻസറിലോട്ട് എത്താനായിട്ട് പറ്റും. അപ്പോൾ സ്വബോധം റോൾ സംശയം എന്ന് പറയുന്നത് കൗമാര കാലഘട്ടത്തിലെ കുട്ടികൾ നേരിടുന്ന പ്രശ്നമാണ്. 12 മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികളാണ് ഇത്തരത്തിലുള്ള ഒരു പ്രതിസന്ധി നേരിടുന്നത്. കൗമാരകാലത്തെ അസ്തിത്വ പ്രതിസന്ധിയെ കുറിച്ചിട്ടുള്ള കാഴ്ചപ്പാടുകളാണ് എന്ത് ചെയ്യുന്നത് ഇതിൽ പ്രധാനമായിട്ടും വരുന്നത്. ശാരീരികമായിട്ട് ഒരുപാട് മാറ്റങ്ങൾ വന്നു തുടങ്ങുന്ന സമയമാണല്ലേ. ഇപ്പോൾ കൗമാര കാലഘട്ടത്തിൽ ആ ഒരു ഏജിലുള്ള, ഇപ്പോൾ നിങ്ങൾക്ക് അറിയാം 12 to 18 വയസ്സ് വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7ാം ക്ലാസ്സിന് മുകളിൽ 7 to അല്ലെങ്കിൽ 8 മുതൽ ആ ഒരു 18 വയസ്സ് +2 കഴിയുന്ന ആ ഒരു കാലഘട്ടത്തിൽ മൊത്തത്തിൽ നമ്മൾ ചെറുപ്പത്തിലുള്ളൊരു നമ്മളെ ആവില്ല ആ ഒരു ഏജ് ഗ്രൂപ്പിൽ വരുന്ന ടൈമിൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് വരുന്നുണ്ട്. ഒരുപാട് മാറ്റങ്ങൾ, ശാരീരികമായിട്ടുള്ള വളർച്ച, ബുദ്ധിപരമായിട്ടുള്ള വളർച്ച, വികാസങ്ങൾ, പല പല മാറ്റങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് നമുക്ക് സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ ശാരീരികപരമായിട്ട് മാറ്റങ്ങൾ സംഭവിക്കുന്ന ആ ഒരു കാലഘട്ടമാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു കൗമാര കാലഘട്ടം എന്ന് പറയുന്നത്. ലൈംഗികപരമായിട്ടുള്ള പക്വത ഉണ്ടായിരിക്കും, ബുദ്ധിപരമായിട്ടുള്ള വികാസം സംഭവിക്കുന്നുണ്ട്, സ്വന്തം ജീവിതത്തിന് ഒരർത്ഥം സൃഷ്ടിക്കാനും തന്റെ റോൾ എന്ത് എന്ന് തിരിച്ചറിയാനും ഇതിന് കഴിയാതെ വരുമ്പോൾ ജീവിതം അർത്ഥശൂന്യമായി അനുഭവപ്പെടുകയും തന്നെക്കുറിച്ചും ലോകത്തെക്കുറിച്ചുമുള്ള സംശയങ്ങൾ വ്യക്തിത്വത്തെ ഭരിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. അപ്പോൾ ആ ഒരു പ്രശ്നമാണ് അവർ ഫേസ് ചെയ്യുക. അപ്പോൾ തനിക്ക് എന്താണ് ഈ ഒരു സമൂഹത്തിൽ അല്ലെങ്കിൽ ആ ഒരു ലോകത്ത് തനിക്ക് എന്താണ് റോള്, താൻ എന്തൊക്കെയാണ്, തന്നെ പറ്റിയിട്ടുള്ള അപ്പോൾ തൻ്റെ ഐഡന്റിറ്റി എന്താണ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മളെ പറ്റിയിട്ട് സെൽഫായിട്ട് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും എന്താണ് ഒരു റോൾ സംശയം വരാനായിട്ട് കാരണമാകും. അപ്പോൾ ഇതൊന്ന് ആലോചിച്ച് വെക്കുക, ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഊർജ്ജസ്വലത സ്വബോധം വാസ് റോൾ സംശയം എന്ന് പറയുന്ന ആ ഒരു കൗമാര കാലഘട്ടത്തിൽ ആ ഫേസ് ചെയ്യുന്ന ആ ഒരു പ്രോബ്ലത്തെ പറ്റിയിട്ട് കൃത്യമായിട്ട് ഓർമ്മ വേണം. സ്വന്തം തന്നെ പറ്റിയിട്ട് അല്ലെങ്കിൽ തന്നെ പറ്റിയിട്ടുള്ള ഒരു അവബോധം ഉണ്ടായിട്ടില്ല എങ്കിൽ, അല്ലെങ്കിൽ തൻ്റെ കഴിവുകേടുകൾ എല്ലാത്തിനും എല്ലാ കാര്യങ്ങളെ പറ്റിയിട്ടും തൻ്റെ റോൾ എന്താണ് അതിനെ പറ്റിയിട്ടൊന്നും ആ ഒരു കൃത്യമായിട്ട് അറിയാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ ഒരു കാലഘട്ടത്തിലുള്ള കുട്ടികൾ ഒരു റോൾ സംശയം നേരിടുന്നതായിട്ട് ഉണ്ട്. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ ത്തിലുള്ള അടുപ്പം അല്ലെങ്കിൽ ഒറ്റപ്പെടല്. അപ്പോൾ യൗവനം അതായത് 18 to 35 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ നേരിടുന്ന ഇഷ്യൂ ആണ്. അതായത് ഒരു ഏജ് ആയി കഴിഞ്ഞാൽ നമുക്ക് ആരെങ്കിലുമൊക്കെ വേണം. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഏജ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം, 18-35 എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു കല്യാണത്തിന്റെ ഒരു പ്രായമാണ്. ഇപ്പോൾ ആണുങ്ങളാണെന്നുണ്ടെങ്കിൽ ഒരു 24 ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഒരു 23 എബോവ് എന്തെങ്കിലും കല്യാണം നടക്കുന്നുണ്ട്. പെൺകുട്ടികളാണെങ്കിൽ 18 എബോവ്, 18-19 അങ്ങനെ. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു ഏജ് ആയി കഴിഞ്ഞാൽ നമുക്കൊരു കൂട്ട് വേണമെന്ന് തോന്നും. ഇപ്പോൾ അത്യാവശ്യം ഏജ് ആയിട്ടും കല്യാണം കഴിയാത്ത ആൾക്കാരുണ്ടല്ലേ. ആ കല്യാണം കഴിയാത്ത ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാരായിരിക്കും. ഇപ്പോൾ ഒരാഴത്തിലുള്ള ഒരു അടുപ്പം ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർ ഫീൽ ചെയ്യുന്ന അവർ നേരിടുന്ന ആ ഒരു പ്രതിസന്ധിയാണ് എന്ത് ഒറ്റപ്പെടൽ എന്ന് പറയുന്നത്. അപ്പോൾ ആഴത്തിലുള്ള അടുപ്പം ഇല്ല എങ്കിൽ അവിടെ ഒരു ഒറ്റപ്പെടൽ എന്ന് പറയുന്ന പ്രതിസന്ധി നേരിടും. ആ ഒരു ഏജിൽ എന്തായാലും ഒരു കൂട്ട് എന്ന് പറയുന്നത് അത്യാവശ്യമാണ്. ഇപ്പോൾ നമ്മൾ ചില ആൾക്കാരെന്താണ് കുറച്ച് കഴിയുമ്പോൾ ഒരു സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കൂട്ടില്ല എന്നുണ്ടെങ്കിൽ അവരുടെ സ്വഭാവം തന്നെ മൊത്തത്തിൽ മാറുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അധികം ഒന്നും സംസാരിക്കാതെ ഒറ്റപ്പെട്ട് ഇങ്ങനെ ജീവിക്കുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ആഴത്തിലുള്ള അടുപ്പം ഉണ്ടായിട്ടില്ല ഈ ഒരു കാലഘട്ടത്തിലെങ്കിൽ അവർ
ഒറ്റപ്പെടൽ എന്ന് പറയുന്ന ആ ഒരു പ്രതിസന്ധി നേരിടേണ്ടതായിട്ട് വരും. ഇനി സൃഷ്ടിപ്പ് വാസ് മുരടിപ്പ്. അപ്പോൾ 35 മുതൽ 60 വയസ്സ് വരെയുള്ള കാലഘട്ടമാണ്. അപ്പോൾ ആഴത്തിലുള്ള അടുപ്പുണ്ടായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇപ്പോൾ ഒരു ഫാമിലി കമ്മിറ്റ്മെന്റ്സ് അങ്ങനെ ഈ ഒരു കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ തനിക്ക് വേണ്ടിയിട്ടല്ല ജീവിക്കുന്നത്, തൻ്റെ ചുറ്റുപാട്, തൻ്റെ കുടുംബം, അതിനൊക്കെ വേണ്ടി ജീവിച്ച് അവർക്ക് വേണ്ട രീതിയിൽ മക്കൾക്ക് ആവശ്യമായിട്ടുള്ള വിദ്യാഭ്യാസം, ഫാമിലി നല്ല രീതിയിലൊന്നും ബിൽഡ് ചെയ്യാനൊക്കെ പറ്റിക്കഴിഞ്ഞാൽ അവിടെ എന്താണ്, അവിടെ ഒരു സൃഷ്ടിപ്പാണ് ഉണ്ടാവുക. അതല്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് മാനസികമായിട്ടുള്ള കുറെ പ്രശ്നങ്ങളുണ്ട്. മുരടിപ്പ് എന്ന് പറയുന്നത് ഇതിലോട്ട് എത്താനായിട്ട് കാരണമാകും. തൻ്റെ കാര്യങ്ങളെക്കാൾ കൂടുതൽ ഒരാൾ പ്രാധാന്യം നൽകുന്നത് മറ്റുള്ളവരുടെ കാര്യങ്ങൾക്കാണ്. മറ്റുള്ളവർ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഫാമിലി, ഭാര്യ അല്ലെങ്കിൽ മക്കള്. ഇപ്പോൾ ഭാര്യ എന്നുണ്ടെങ്കിൽ ഭർത്താവിന്റെ കാര്യങ്ങൾക്ക്, മക്കളുടെ കാര്യങ്ങൾക്കൊക്കെ ആയിരിക്കും എന്ത് ചെയ്യുക, പ്രാധാന്യം കൂടുതലായിട്ട് കൊടുക്കുക. പുതിയ തലമുറയെ സൃഷ്ടിക്കുകയും വളർത്തിക്കൊണ്ടുവരികയും പഠിപ്പിക്കുകയും ചെയ്യുന്നു. എല്ലാം കൃത്യമായി നടന്നു കഴിഞ്ഞാൽ സൃഷ്ടിപ്പ്, അല്ലാത്ത പക്ഷം എന്താണ്, മുരടിപ്പ്. സൃഷ്ടിപ്പ് അല്ല എന്നുണ്ടെങ്കിൽ മുരടിപ്പ്. ആ ഒരു ഏജ് ലിമിറ്റിൽ നടക്കുന്ന കാര്യങ്ങൾ പ്രോപ്പറായിട്ടല്ല നടക്കുന്നത് എങ്കിൽ സ്വാഭാവികമായിട്ടും നേരിടുന്ന ആ ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് എന്താണ്, മുരടിപ്പാണ്. അപ്പോൾ ഫാമിലി, അതായത് മക്കള്, പേരമക്കള്, ആ ഒരു കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഒരു നല്ലൊരു സുരക്ഷിതമായിട്ട് കിടക്കാൻ ഒരു വീട്, മക്കൾക്ക് വിദ്യാഭ്യാസം, അവരുടെ മക്കളുടെ കല്യാണം, അങ്ങനെ എല്ലാ കാര്യങ്ങളും ആ ഒരു കാലഘട്ടത്തിൽ വരുന്ന കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് സൃഷ്ടിപ്പായിരിക്കും. അല്ലാത്ത പക്ഷം അവർ നേരിടുന്ന പ്രതിസന്ധി എന്ന് പറയുന്നത് മുരടിപ്പാണ്. ലാസ്റ്റത്തെ പോയിന്റ് ആണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. മനോസാമൂഹിക വികാസത്തിലെ എറിക് എറിക്സന്റെ അവസാനത്തെ പോയിന്റ് എന്ന് പറയുന്നത് മനസന്തുലനം വാസ് തളർച്ച. അപ്പോൾ 60 വയസ്സിന് മുകളിലുള്ള ആളുകൾ ഫേസ് ചെയ്യുന്ന പ്രതിസന്ധികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ലോകത്തിന്റെ നിലനിൽപ്പിന് തന്നെ കൊണ്ടാകും വിധം സംഭാവനകൾ നൽകുകയും പുതുതലമുറയെ വാർത്തെടുക്കുന്നതിൽ സാഫല്യം കണ്ടെത്തുകയും ചെയ്യുമ്പോൾ മനസന്തുലനം അല്ലെങ്കിൽ തളർച്ച. അപ്പോൾ നമ്മൾ പറഞ്ഞു, തൊട്ട് മുമ്പത്തെ സ്റ്റേജിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സൃഷ്ടിപ്പ് വാസ് മുരടിപ്പ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ സൃഷ്ടിപ്പിൽ എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ട് ചെയ്തു കൊടുക്കാൻ പറ്റിയെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ്, ഒരു സൃഷ്ടിപ്പ് ഉണ്ടായിരിക്കും. അല്ലാത്ത പക്ഷം അവിടെ മുരടിപ്പാണ് ഉണ്ടാവുക. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് എന്താണ്, എല്ലാ കാര്യങ്ങളും ഫാമിലി ആയിട്ടുള്ള, അതായത് മക്കളെ നല്ലൊരു എഡ്യൂക്കേഷൻ കൊടുത്തു, കെട്ടിച്ചു വിട്ടു, അതുപോലെ മക്കളും ജോലി കാര്യങ്ങളിലൊക്കെ മാറി, ഇപ്പൊ റിട്ടയർഡ് ആവുന്ന ഒരു പ്രായമാണല്ലോ ഇപ്പൊ 60 എന്ന് പറഞ്ഞാൽ റിട്ടയർമെന്റ് പ്രായം. അത്ര വിചാരിച്ചാൽ മതി. ഇപ്പൊ ജോലിയും കാര്യങ്ങളിലൊക്കെ ഒഴിഞ്ഞ് സമാധാനമായിട്ട് നിൽക്കുന്ന ആ ഒരു സമയം. അപ്പൊ തന്നെ കൊണ്ടാകുന്ന വിധം എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തു. പുതിയ തലമുറയിൽ അവരെ വാർത്തെടുക്കാനായിട്ടുള്ളൊരു എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ട് ചെയ്തു കൊടുക്കാൻ പറ്റി. അത് സാഫല്യം കണ്ടെത്തി എന്നുണ്ടെങ്കിൽ എന്താണ്, എല്ലാ കാര്യങ്ങളും ഒഴിഞ്ഞു പേരമക്കളായിട്ട് ബാക്കിയുള്ള ലൈഫും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നു. അതുവരെയുള്ള കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് നടന്നു എന്നുണ്ടെങ്കിൽ അവിടെ മനസന്തുലനമാണ്. അല്ലാത്ത പക്ഷം തളർച്ച എന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ, അങ്ങനെ കുറ്റബോധം, നിരാശ, ആ ഒരു രീതിയിലൊക്കെ ആയിരിക്കും പിന്നീട് കാര്യങ്ങളൊക്കെ നടക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അതിൽ പ്രധാനമായിട്ടും പറയാനായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എറിക് എറിക്സന്റെ മനോസാമൂഹിക വികാസത്തിൽ വരുന്ന ഓരോ പോയിന്റ്സും നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും അവസാനത്തെ സ്റ്റേജ് ഏത്, അല്ലെങ്കിൽ ഏജ് ലിമിറ്റ് വെച്ച് ചോദിക്കാറുണ്ട്, ഈ ഒരു ഏജിൽ വരുന്നത് സ്റ്റേജ് ഏതാണ്, അല്ലെങ്കിൽ ആ ഒരു പ്രത്യേകത പറഞ്ഞിട്ട് ഈ ഒരു സ്റ്റേജ് ഏതെന്ന് കൃത്യമായിട്ട് ചോദ്യങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഒരു ഏരിയ ആണ് എന്ത്, മനോസാമൂഹിക വികാസം എറിക് എറിക്സൺ എന്ന് പറയുന്നത്. അപ്പോൾ അതാരാണ്, അതിന്റെ ഉപജ്ഞാതാവ്, ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഏത് പ്രതിസന്ധിയാണ് ആ ഒരു കാലഘട്ടത്തിൽ അവർ ഫേസ് ചെയ്യാൻ പോകുന്നത്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ചോദിക്കാറുള്ളതാണ്. റിപ്പീറ്റഡ് ആയിട്ട് ചോദ്യങ്ങൾ വരാറുള്ളതാണ്. ഇനി അടുത്തൊരു ചോദ്യത്തിലോട്ട് നമുക്ക് കടക്കാം. ബുദ്ധിയുടെ മാതൃക, മോഡൽ ഓഫ് ഇന്റലക്ട് എന്ന് രൂപപ്പെടുത്തിയിട്ടുള്ളത് ആര്, ബുദ്ധിമാതൃക രൂപപ്പെടുത്തിയിട്ടുള്ളത് ആരാന്നാണ് ചോദ്യം. ബ്രൂണർ, അതുപോലെ തന്നെ സ്റ്റേൺബർഗ്, തോണ്ടേക്ക്, ഗിൽഫോർഡ്. അപ്പോൾ ബുദ്ധിമാതൃക എന്ന് പറയുന്നത് നമ്മുടെ ഗിൽഫോർഡിന്റെ ആണ് എന്ത്, ബുദ്ധിമാതൃക. അപ്പൊ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള നമുക്ക് കൂടുതൽ ഫാക്ട്സും കാര്യങ്ങളൊക്കെ ചോദിക്കാം, അതല്ലേ, നോക്കാം. പിന്നെ അതുപോലെ തന്നെ ഗിൽഫോർഡിന്റെ അഭിപ്രായത്തിൽ ഭൗതിക പ്രക്രിയ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓപ്പറേഷൻ ആണ്. അപ്പോൾ ഗിൽഫോർഡിന്റെ ബുദ്ധി സിദ്ധാന്തം പറയുന്ന സമയത്ത് നമ്മളതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൽ ഉൾപ്പെടാത്ത സവിശേഷ ഘടകം ഏത്, ഉൾപ്പെടാത്തത്. അപ്പോൾ അണ്ടർലൈൻ ചെയ്ത് നോക്കേണ്ട കാര്യം ഉൾപ്പെടാത്തത്. അപ്പോൾ ഓപ്പറേഷനിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു 5-6 ഫാക്ടേഴ്സ് വരുന്നുണ്ട്. അതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് ഏതാ അല്ല എന്നുള്ളതാണ് ചോദ്യം വരുന്നത്. അപ്പോൾ ഉൾപ്പെടാത്തത് എന്നാണ് ചോദ്യം വന്നിട്ടുള്ളത്. അപ്പോൾ ഓർമ്മയാണോ, വൈജ്ഞാനികമാണോ,
ഏകമുഖ ചിന്തയാണോ അല്ലെങ്കിൽ വിവക്ഷയാണോ? അപ്പോൾ ഇതിന് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആയിട്ടുള്ള വിവക്ഷയാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഗിൽഫോർഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഗിൽഫോർഡിന്റെ ത്രിമുഖ സിദ്ധാന്തം. അപ്പൊ ഗിൽഫോർഡ് പറയുന്നത് ബുദ്ധിക്ക് 3 മുഖങ്ങളാണുള്ളത്. ത്രിമുഖം, അതിൽ തന്നെ 3 മുഖങ്ങളാണ് ബുദ്ധിക്കുള്ളത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഗിൽഫോർഡ് ഈ ഒരു സിദ്ധാന്തം മുന്നോട്ട് വെച്ചത് എന്ന് പറയുന്നത് ഘടകാപകർത്തനം അല്ലെങ്കിൽ ഫാക്ടർ അനാലിസിസ് എന്ന് പറയുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ സങ്കേതം വഴി ബുദ്ധിയുടെ മാതൃക വികസിപ്പിച്ചെടുത്തിട്ടുള്ള ആളാണ് ആര്, നമ്മുടെ ഗിൽഫോർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഘടകാപകർത്തനം വഴി ബുദ്ധി മാതൃക ക്രിയേറ്റ് ചെയ്ത് എടുത്തത് ആര് എന്നുള്ള ചോദ്യം ചോദിച്ചിട്ടുള്ളതാണ്. ഇതുമായി റിലേറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് എന്ത്, ഘടകാപകർത്തനം വഴി ബുദ്ധി മാതൃക ഇതാക്കിയിട്ടുള്ളത് ആര്. അപ്പോൾ ഗിൽഫോർഡിന്റെ സിദ്ധാന്തം അനുസരിച്ച് നമ്മുടെ ചിന്തയുടെ മാധ്യമമായി പ്രവർത്തിക്കുന്നവയാണ് ഉള്ളടക്കങ്ങൾ. അപ്പോൾ ഇവ ആവിഷ്കരിച്ചെടുക്കുന്ന ആശയങ്ങളാണ് ഉൽപ്പന്നങ്ങൾ. അപ്പൊ 3 മുഖങ്ങളുണ്ട് നമ്മൾ പറഞ്ഞു. 3 മുഖങ്ങളിൽ ഒരെണ്ണം എന്താണ്, ഉള്ളടക്കമാണ്. രണ്ടാമത്തത് എന്ന് പറയുന്നത് ഉൽപ്പന്നമാണ്. അപ്പൊ ഉള്ളടക്കം എന്ന് പറയുമ്പോൾ ഉള്ളടക്കത്തിൽ വരുന്നത് സിദ്ധാന്ത പ്രകാരം നമ്മുടെ ചിന്തയുടെ മാധ്യമമായിട്ട് പ്രവർത്തിക്കുന്നത് ഉള്ളടക്കമാണ്. അപ്പൊ ചിന്തയുടെ മാധ്യമം എന്ന് പറയുന്നത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ഉള്ളടക്കമാണ്. അതുപോലെ തന്നെ ആവിഷ്കരിച്ചെടുക്കുന്ന ഈ ചിന്തയുടെ ഈ മാധ്യമം വഴി ആവിഷ്കരിച്ചെടുക്കുന്ന ആശയങ്ങളാണ് എന്ത്, ഉൽപ്പന്നങ്ങൾ എന്നറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ബുദ്ധിപരമായിട്ടുള്ള ഏതൊരു വ്യവഹാരത്തിനും മുഖങ്ങൾ അല്ലെങ്കിൽ മാനങ്ങൾ ഉണ്ടെന്നും അവയെ ത്രിമാന രൂപത്തിൽ ചിത്രീകരിക്കാമെന്നും കൂടി പറഞ്ഞുകൊണ്ടാണ് എന്ത്, ത്രിമുഖ സിദ്ധാന്തം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഉള്ളടക്കത്തിന്റെ ഫലമായിട്ട് ഉൽപ്പന്നങ്ങൾ, ഉൽപ്പന്നത്തിന്റെ ഫലമായിട്ട് മാനസിക പ്രക്രിയ, എല്ലാം എന്താണ്, കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒന്നാണ്. അപ്പോൾ ബുദ്ധിക്ക് എന്തുണ്ട്, 3 മുഖങ്ങളുണ്ട്. ത്രിമുഖം എന്നുള്ളത് ആലോചിക്കുക. അപ്പോൾ സ്ട്രക്ചർ ഓഫ് ഇന്റലക്ട് മോഡൽ അല്ലെങ്കിൽ SI മോഡൽ എന്ന് ഈ ഒരു സിദ്ധാന്തം അറിയപ്പെടുന്നു. അപ്പൊ SI മോഡൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത്, ബുദ്ധിയുടെ SI മോഡൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആര് ചോദിച്ചാൽ ഗിൽഫോർഡ് പറയാ. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സെപ്പറേറ്റഡ് ആയിട്ട് ചോദ്യങ്ങൾ വരാറുണ്ട്. SI മോഡൽ എന്നും ചോദിച്ചിട്ടുണ്ട്. അതാ പറഞ്ഞത്, നമ്മൾ ഓരോ തവണ നമ്മൾ എക്സാമിൽ ആ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ അത് പല രീതിയിലാണ് നമ്മൾ കണ്ടുമുട്ടുന്നത്. ഒന്നില്ലെങ്കിൽ SI മോഡൽ, ഇന്റലക്ച്വൽ മോഡൽ, അങ്ങനെ പല പല ടേംസിൽ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട് ഓരോ ചോദ്യങ്ങളും. അപ്പോൾ എല്ലാ ടേംസും നമുക്ക് കൃത്യമായിട്ട് അറിവ് വേണം. അപ്പൊ ത്രിമുഖ സിദ്ധാന്തത്തിൽ ബുദ്ധിയുടെ 3 മുഖങ്ങളായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ഒന്നാമത്തെ ഉള്ളടക്കമാണ്, ഉള്ളടക്കം കണ്ടന്റ് ആണ്. പിന്നെ ഉൽപ്പന്നങ്ങൾ പ്രൊഡക്റ്റ് ആണ്. മാനസിക പ്രക്രിയ എന്ന് പറയുന്നത് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത് മാനസിക പ്രക്രിയ. അപ്പൊ അതൊന്ന് ആലോചിച്ച് വെക്കുക. ഈ ഉള്ളടക്കത്തിൽ ഒന്നുണ്ട്, കുറച്ച് സബ് പോയിന്റ്സ് ഉണ്ട്. അതുപോലെ തന്നെ പ്രൊഡക്ട്സിൽ സബ് പോയിന്റ്സ് ഉണ്ട്, ഓപ്പറേഷൻസിൽ എന്തുണ്ട്, സബ് പോയിന്റ്സ് ഉണ്ട്. അപ്പൊ സബ് പോയിന്റ്സ് ഏതാന്നുള്ളതും അതിന്റെ ഇംഗ്ലീഷ് ടേംസും അറിഞ്ഞിരിക്കണം. അതുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നതുമാണ് ഈ ഒരു മേഖലയിൽ നിന്ന്. അപ്പോൾ ഉള്ളടക്കവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ കണ്ടന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഘടകങ്ങൾ അല്ലെങ്കിൽ ഇതിന്റെ ഉപഘടകങ്ങൾ ഏതൊക്കെയാണ് നോക്കാം. ദൃശ്യപരം, വിഷ്വൽ ആയിട്ടുള്ളത്, അല്ലെങ്കിൽ ശ്രവ്യപരം, ഓഡിറ്ററി, പ്രതീകപരം, സിംബോളിക്, അർത്ഥപരം, സെമാറ്റിക്, അതുപോലെ വ്യവഹാരപരം, ബിഹേവിയറൽ. അപ്പോൾ ഇതൊക്കെയാണ് ഉള്ളടക്കത്തിൽ ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്നത്. അപ്പൊ ത്രിമുഖത്തിന്റെ ഒരു മുഖമായിട്ടുള്ള ഉള്ളടക്കത്തിൽ എന്തുണ്ട്, ഇത്രയും, അതായത് നമ്മുടെ 5 സബ് പോയിന്റ് ആണ് വരുന്നത്. വിഷ്വല്, ഓഡിറ്ററി, സിംബോളിക്, സെമാന്റിക്, അതുപോലെ തന്നെ ബിഹേവിയർ എന്ന് പറഞ്ഞിട്ടുള്ള 5 ഉപമുഖങ്ങളും കൂടി വരുന്നുണ്ട്. അടുത്തത് എന്ന് പറയുന്നത് ഉൽപ്പന്നത്തിലെ ഘടകങ്ങൾ, പ്രൊഡക്റ്റിന്റെ സബ് ഘടകങ്ങളായിട്ട് വരുന്നത് നമുക്ക് ഏതൊക്കെയാ നോക്കാം. അതിൽ 6 എണ്ണാണ് വരുന്നത്. ഏകകങ്ങള്, യൂണിറ്റ്സ്. അപ്പൊ ഇതിന്റെ ഇംഗ്ലീഷ് ടേംസും കൂടി അറിഞ്ഞിരിക്കണം. ഇംഗ്ലീഷ് ടേംസ് മംഗ്ലീഷിലാക്കിയിട്ട് ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പോ ഏകകങ്ങൾ, യൂണിറ്റ്സ്, വിഭാഗങ്ങൾ, ക്ലാസസ്, അതുപോലെ ബന്ധങ്ങൾ, റിലേഷൻസ്, ഘടനകൾ, സിസ്റ്റംസ്, അതുപോലെ തന്നെ പരിണിത രൂപങ്ങൾ അല്ലെങ്കിൽ രൂപാന്തരങ്ങൾ എന്നറിയപ്പെടുന്ന ട്രാൻസ്ഫോർമേഷൻസ്, പ്രതിഫലനങ്ങൾ, ഇംപ്ലിക്കേഷൻസ്. ഈ 6 എണ്ണവും അറിഞ്ഞിരിക്കണം. ഉൽപ്പന്നത്തിന് 6 എണ്ണാണ് ഉള്ളത് എന്നുള്ളതും അത് ഏതൊക്കെയാണ് അതിന്റെ ഇംഗ്ലീഷ് ടേംസും എന്തായിരിക്കണം, അറിഞ്ഞിരിക്കണം. അടുത്തത് ഓപ്പറേഷൻസിൽ, മാനസിക പ്രക്രിയയിൽ വരുന്ന ഉപവിഭാഗങ്ങളാണ്. ഒന്ന് വൈജ്ഞാനികമാണ്, കോഗ്നിറ്റീവ്, അതുപോലെ തന്നെ ഓർമ്മ, മെമ്മറി, വിവ്രജന ചിന്ത അല്ലെങ്കിൽ ഡൈവേർജൻ തിങ്കിങ് അല്ലെങ്കിൽ സംവ്രജന ചിന്ത, അപ്പോ കൺവേർജൻ തിങ്കിങ്, വിലയിരുത്തൽ, ഇവാലുവേഷൻ. ഈ 5 പോയിന്റ് ആണ് നമ്മുടെ ഓപ്പറേഷൻ എന്ന് പറയുന്നത്.
പറയുന്ന അതിൽ വരുന്നത്. അപ്പൊ ആദ്യം കണ്ടന്റിന്റെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് എന്തുണ്ടാകുന്നു, പ്രൊഡക്റ്റ് ഉണ്ടാകുന്നു. പ്രൊഡക്റ്റിന്റെ ബേസിൽ അടുത്തതെന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റ് കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാകുന്നത് ഓപ്പറേഷൻസ് ആണ്. അപ്പോൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. അപ്പൊ വിവ്രജന ചിന്ത എന്ന് പറഞ്ഞാൽ ഡൈവർജന്റ് തിങ്കിങ് ആണ്. അതുപോലെ സംവ്രജന ചിന്ത എന്ന് പറയുന്നത് കൺവേർജന്റ് തിങ്കിങ് ആണ്. ഇപ്പൊ ഇതിന്റെ തന്നെ വേറൊരു ടേമും കൂടി എന്ത് ചെയ്യാം, ഇപ്പൊ നമുക്ക് ഇപ്പൊ ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, നമ്മള് കൺവർജന്റ് തിങ്കിങ് പറഞ്ഞു. ഇതൊക്കെ ഏകമുഖ ചിന്ത. കൺവർജന്റ് തിങ്കിങ്ങിന്റെ വേറൊരു ടേമാണ് എന്ത്, ഏകമുഖ ചിന്ത എന്നുള്ളത്. ഇവിടെ നോക്കിയേ, ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് ഇവിടെ വരുന്ന മാറ്റം എന്താണ്, ഏകമുഖ ചിന്ത അല്ലെങ്കിൽ സംവ്രജന ചിന്ത. അപ്പോ വിഭ്രജനം സംവ്രജനം, അതിന് പകരം ഏകമുഖം എന്ന് പറയുന്ന ടേമും കൂടി എന്ത് ചെയ്യുന്നുണ്ട്, യൂസ് ചെയ്യുന്നുണ്ട്, ഏകമുഖ ചിന്ത. അപ്പോൾ എന്ന് പറഞ്ഞാല് ഈ ഒരു കൺവേർജന്റ് തിങ്കിങ്ങിന്റെ തന്നെ എന്താണ്, വേറൊരു അനദർ വേർഡ് ആണ് ആ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതാണ് പറഞ്ഞത്, ടേംസ് എന്താണ് മാറ്റി പ്രയോഗിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് എല്ലാ ടേംസും കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. അപ്പോൾ ഗിൽഫോർഡിന്റെ ത്രിമുഖ സിദ്ധാന്തം, ത്രിമുഖത്തിലെ 3 മുഖങ്ങൾ ഏതൊക്കെയാണ്, ആ മുഖങ്ങളുടെ പ്രത്യേകതകൾ, അതുപോലെ ആ ഒരു 3 മുഖങ്ങളിലും സബ്ബായിട്ട് വരുന്ന ഉപമുഖങ്ങളെ പറ്റിയിട്ടും അതിന്റെ ഇംഗ്ലീഷ് ആൻഡ് മലയാളം ടേംസും കൃത്യമായി അറിഞ്ഞിരിക്കണം. ഇനി അടുത്തൊരു ചോദ്യത്തിലോട്ട് കടക്കാം. ഒരു അധ്യാപകൻ വിദ്യാർത്ഥികളുടെ ലക്ഷ്യങ്ങളെ പര്യവേക്ഷണം ചെയ്യുകയും അവ നേടുന്നതിന് അവരെ പ്രചോദിതരാക്കുകയും ചെയ്യുന്നു. ഇവിടെ അധ്യാപകൻ ഉപയോഗിക്കുന്നത്, അപ്പോൾ അധ്യാപകൻ ഒരു മോട്ടിവേഷൻ അവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ ആ ഒരു ലക്ഷ്യം നിറവേറുന്നതിന് ആവശ്യമായിട്ടുള്ള ആ വിദ്യാർത്ഥികളുടെ ലക്ഷ്യങ്ങൾ നേടുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രചോദനം കാര്യങ്ങളും അധ്യാപകൻ ചെയ്തു കൊടുക്കുന്നുണ്ട്. ആന്തരിക അഭിപ്രേരണയാണോ, ബാഹ്യ അഭിപ്രേരണയാണോ, ആന്തരികവും ബാഹ്യവുമായിട്ടുള്ള അഭിപ്രേരണയാണോ, ആന്തരികമോ അല്ലെങ്കിൽ ബാഹ്യമോ ആയ അഭിപ്രേരണ അല്ല. അപ്പൊ ആന്തരിക അല്ല ബാഹ്യമല്ല, ആന്തരികവുമാണ് ബാഹ്യമാണ്, അല്ലെങ്കിൽ ആന്തരിക അഭിപ്രായന ബാഹ്യ അഭിപ്രായന. ഇപ്പോൾ ഇത് ഏതാണ് റൈറ്റ് ആൻസർ എന്നാണ്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ മതി. അപ്പൊ കുട്ടിക്ക് സെൽഫായിട്ട് ഉണ്ടാകുന്ന ഒരു മോട്ടിവേഷൻ ആണോ ഇത്? അല്ലല്ലോ, സെൽഫായിട്ടുള്ള മോട്ടിവേഷൻ ആണോ? അധ്യാപകൻ എന്ത് ചെയ്യുന്നു, ആ കുട്ടിക്ക് ലക്ഷ്യം നേടുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രചോദനം കൊടുക്കുന്നു. ഇതിൽ കൊടുത്തിട്ടുണ്ട്, വിദ്യാർത്ഥികളെ ലക്ഷ്യങ്ങളെ പര്യവേക്ഷണം ചെയ്യുന്നതിന് അവ നേടുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രചോദനം നമ്മുടെ അധ്യാപകൻ കൊടുക്കുന്നുണ്ട്. അത് പുറത്തുനിന്നുള്ള ഒരു മോട്ടിവേഷൻ ആണ് അവിടെ കിട്ടുന്നത്. അധ്യാപകൻ പ്രചോദിപ്പിക്കുന്നു, അധ്യാപകൻ മോട്ടിവേഷൻ കൊടുക്കുന്നു പുറത്തുനിന്നുള്ളത്. അപ്പൊ ഇതെന്ന് പറയുന്നത് ബാഹ്യ അഭിപ്രേരണയാണ്. ഇപ്പൊ ആന്തരിക അഭിപ്രേരണയും ബാഹ്യ അഭിപ്രേരണയും തമ്മിലുള്ള ഡിഫറൻറ്റ് ഒന്ന് പറഞ്ഞുതരാം. ഇപ്പൊ ആന്തരിക അഭിപ്രേരണ എന്ന് പറയുമ്പോൾ ഇപ്പൊ ഞാൻ എൻ്റെ കൈ പൊട്ടി ആകെ ഇങ്ങനെ ചോരങ്ങനെ ഒലിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ആ സമയത്ത് ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു പഞ്ഞൊക്കെ എടുത്ത് ജസ്റ്റ് ഒന്ന് അത് തുടച്ച് എന്ത് ചെയ്യുന്നു, മരുന്ന് വെച്ച് കിട്ടുന്നു. അതെന്നോട് ആരും പറഞ്ഞിട്ടല്ല, ഞാൻ സ്വന്തമായിട്ട് എന്ത് ചെയ്യാണ്, ചെയ്ത കാര്യമാണ്. എന്ത്, മുറിവ് ഉണങ്ങാൻ വേണ്ടിയിട്ട് പഞ്ഞൊക്കെ എടുത്ത് തുടച്ച് എന്ത് ചെയ്തു, മരുന്നൊക്കെ തേച്ചിട്ട് കെട്ടി എന്നുള്ളത് ആരും എന്നോട് പറഞ്ഞിട്ടല്ല, ഞാൻ സെൽഫായിട്ടാണ് ഞാൻ അതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതെന്താണ്, അത് ആന്തരികമായിട്ടുള്ള നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന എന്താണ്, അഭിപ്രേരണയാണ്, ആന്തരിക അഭിപ്രേരണ. പക്ഷെ ഇതൊന്ന് നോക്കിയേ, ഇവിടെ അധ്യാപകൻ പുറത്തുനിന്നുള്ള ഒരു വ്യക്തിയാണ് എന്ത് ചെയ്യുന്നത്, അവിടെ പ്രചോദിപ്പിക്കുന്നത്. ഇപ്പോ നമ്മളിപ്പോ കലോത്സവത്തിന് പങ്കെടുക്കുന്ന ആൾക്കാരുണ്ട്. കലോത്സവത്തിന് എന്ന് പറയുമ്പോൾ കലോത്സവത്തിന് ചിലപ്പോൾ അമ്മമാരൊക്കെ നല്ല ഡാൻസേഴ്സ് ആയിട്ടുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ അമ്മമാരൊക്കെ പങ്കെടുത്തിട്ടുണ്ട്, ഞാനും പങ്കെടുക്കും. അപ്പോൾ ടീച്ചേഴ്സ് ആണെന്നല്ല, ടീച്ചേഴ്സിന്റെ മക്കളൊക്കെ ടീച്ചേഴ്സാണ്. അപ്പൊ അവരെ സംബന്ധിച്ച് പറഞ്ഞാൽ അമ്മ ടീച്ചറാണ്, അപ്പൊ എനിക്കും. അപ്പൊ ഒരു ഉള്ളിൽ നിന്ന് വരുന്ന ഒരു അഭിപ്രേരണയല്ല പുറത്ത്, അതായത് അമ്മയെ കണ്ടിട്ടാണ് ഇതാകാനായിട്ട് അവർ ഉദ്ദേശിക്കുക. അമ്മ ടീച്ചർ ആയതുകൊണ്ട് ഞാൻ ടീച്ചറാകാൻ പോകുന്നു, ആ ഒരു ഇത്. അതെന്താണ്, പുറമേ നിന്നുള്ള ഒരു മോട്ടിവേഷൻ ആണ്. സ്വന്തം ഉള്ളിൽ നിന്ന് വരുന്നതാണെങ്കിൽ അത് ആന്തരികമാണ്, പുറമേ നിന്നുള്ളതാണെങ്കിൽ എന്താണ്, ബാഹ്യമായിട്ടുള്ള അഭിപ്രേരണയാണ്. അപ്പൊ നമുക്ക് ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ള അഭിപ്രേരണ എക്സാമ്പിൾ തന്നിട്ട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. നമ്മള് എക്സാമ്പിൾ കണ്ടു, ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തതാണ് അഭിപ്രേരണയുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. ഇനി നമുക്ക് എന്താണ് അഭിപ്രേരണ എന്ന് നമുക്ക് നോക്കാം. അപ്പൊ എന്താണ് അഭിപ്രേരണ എന്ന് വെച്ചാൽ, മനുഷ്യ സ്വഭാവത്തെ ശക്തിപ്പെടുത്തുകയും നിലനിർത്തുകയും ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി വ്യക്തിയെ സജ്ജമാക്കി നിർത്തുകയും ചെയ്യുന്ന പ്രക്രിയയാണ് അഭിപ്രേരണ എന്ന് പറയുന്നത്. അപ്പൊ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി മനുഷ്യനെ സജ്ജമാക്കി നിൽക്കുന്ന ഒരു മോട്ടിവേഷൻ, നമുക്ക് ആ ഒരു ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് നമുക്ക് കിട്ടുന്ന ആ ഒരു മോട്ടിവേഷൻ, നമ്മൾ ആ ഒരു പ്രചോദനം, അതിനെയാണ് എന്ത് പറയുന്നത്, അഭിപ്രേരണ എന്ന് പറയുന്നത്. അഭിപ്രേരണ 2 വിധത്തിലാണുള്ളത്. ഒന്ന് ആന്തരിക അഭിപ്രേരണയാണ്, രണ്ടാമത്തത് ബാഹ്യ അഭിപ്രേരണയാണ്. അപ്പൊ എന്താണ് ആന്തരിക അഭിപ്രേരണ നമുക്ക് നോക്കാം. പ്രകൃതിദത്തമായ
സ്വന്തമായിട്ടുള്ള അഭിപ്രേരണ ഒരാളുടെ ഉള്ളിൽ നിന്ന് വരുന്നതാണ് എങ്കിൽ അതെന്താണ്? ആന്തരികമാണ്. ഉള്ളിൽ നിന്ന് കൈമ മുറിവ് പറ്റി ചോര ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു, ഞാൻ എന്ത് ചെയ്തു? മുറിവ് കെട്ടി. അതെന്താണ്? എൻ്റെ ഉള്ളിൽ നിന്ന്, എൻ്റെ മനസ്സിൽ നിന്ന് എന്നൊന്ന് അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ചോര ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഞാൻ സ്വന്തമായിട്ട് എടുത്ത തീരുമാനമാണ്. എൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന അഭിപ്രേരണയാണെങ്കിൽ അത് ആന്തരിക അഭിപ്രേരണയാണ്. അപ്പോൾ കായിക അധ്യാപകൻ പല കളികൾ കഴിക്കാനായിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ട കളികൾ കളിക്കാനോ അല്ലെങ്കിൽ പല കളികൾ കളിക്കാനായിട്ട് അധ്യാപകൻ എന്ത് ചെയ്യുന്നു? പുറത്തോട്ട് കൊണ്ടുപോകുന്നു. അതെന്താണ്? ആന്തരിക അഭിപ്രേരണയാണ്. അധ്യാപകൻ പുറത്തോട്ട് കൊണ്ടുപോകുന്നുണ്ട്, ഗ്രൗണ്ടിൽ കൊണ്ടുപോകും. അവർക്ക് പല കളികൾ അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട കളികൾ. അപ്പൊ അവരവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർ ചെയ്യുക, അവർക്ക് എന്താണ് ഇഷ്ടപ്പെട്ടിട്ടുള്ളത് അതാണ് ചെയ്യുക. അവർക്ക് എന്താണ് താല്പര്യം, എന്താണ് അവരുടെ ആവശ്യം എന്നുണ്ടെങ്കിൽ അതായിരിക്കും അവർ ആ ഗ്രൗണ്ടിൽ പോയി കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ചാൽ മതി. അപ്പൊ അത് അധ്യാപകൻ പോയിട്ട് പറയാണ് എന്ത്? നിങ്ങൾ ഈ കളി കളിച്ചാൽ മതി, നിങ്ങൾ ഇന്ന് ഫുട്ബോൾ കളിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ അതെന്താണ്? ബാഹ്യമായിട്ടുള്ള അഭിപ്രേരണയാണ്. അധ്യാപകൻ ഇവിടെ കൊണ്ടുപോയിട്ട് പല കളികൾ, ഇപ്പൊ കുറെ കളികൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കളിച്ചോളൂ, അല്ലെങ്കിൽ ഈ കുറെ കളിക്കാനുള്ള സാധനങ്ങൾ, ഇപ്പോൾ ഷട്ടിൽ കളിക്കണമെങ്കിൽ ഷട്ടിൽ ബാറ്റ് ഉണ്ട്, ഫുട്ബോൾ ഉണ്ട്, അതുപോലെ ക്രിക്കറ്റ് കളിക്കണ ക്രിക്കറ്റ് ബാറ്റ് ഉണ്ട്. അങ്ങനെ പല എക്യുപ്മെന്റ്സ് അവിടെ ഉണ്ട്. നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ നീഡ്, എന്താണ് നിങ്ങളുടെ ആവശ്യം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കളിച്ചോളൂ. അതെന്ന് പറയുമ്പോൾ അതെന്തായി? അത് ആന്തരികമായിട്ടുള്ള അഭിപ്രേരണയാണ്. അപ്പൊ സാധനങ്ങൾ അവിടെ ഉണ്ട്, ഞാനത് ചൂസ് ചെയ്യുന്നു, ഞാൻ എൻ്റെ ഇഷ്ടത്തിന് എൻ്റെ താല്പര്യത്തിനനുസരിച്ച് ചൂസ് ചെയ്യുന്നത് അത് ആന്തരികമായിട്ടുള്ള അഭിപ്രേരണയാണ്. ബട്ട് എന്നിരുന്നാലും ഇതിൽ അധ്യാപകൻ പറഞ്ഞു എന്ത്? നിങ്ങൾ ഇന്ന് ഫുട്ബോൾ കളിച്ചാൽ മതി, അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന് ക്രിക്കറ്റ് കളിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ്? അതൊരു അവരോട് ചെയ്യാൻ നിങ്ങൾ ഇത് തന്നെ ചെയ്താൽ മതി എന്ന് പറയുമ്പോൾ അത് പുറമേ നിന്നുള്ള മോട്ടിവേഷനാണ്. ഫുട്ബോൾ കളിക്കാനുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്, ഇപ്പോ ബാക്കിയുള്ള സാധനങ്ങളൊന്നും എടുക്കേണ്ട, നിങ്ങൾ ഇത് കളിച്ചാൽ മതി എന്ന് പറയുമ്പോൾ അതെന്തായി? അത് ബാഹ്യ അഭിപ്രേരണയായിട്ട് മാറി. അപ്പോൾ മുറിവ് പറ്റിക്കഴിഞ്ഞാൽ സ്വന്തമായിട്ട് ക്ലീൻ ചെയ്യുന്നത് എന്താണ്? ബാഹ്യ അഭിപ്രേരണ, ആന്തരിക അഭിപ്രേരണയ്ക്ക് ഉദാഹരണമാണ്. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ബാഹ്യ അഭിപ്രേരണയാണ്. ബാഹ്യ അഭിപ്രേരണ എന്ന് പറയുന്നത് ഒരാളുടെ പ്രവൃത്തി ബാഹ്യമായിട്ടുള്ള സമ്മാനങ്ങളാലോ നേട്ടങ്ങളാലോ അംഗീകാരങ്ങളാലോ നിയന്ത്രിക്കപ്പെടുമ്പോൾ അത് ബാഹ്യ അഭിപ്രേരണയായി. പുറമേ നിന്നുള്ള ആ ഒരു സംഭവമാണ് എന്ത്? ബാഹ്യ അഭിപ്രേരണയിൽ വരുന്നത്. കലോത്സവത്തിന് സമ്മാനം ലഭിക്കുന്നതിന് വേണ്ടി പ്രാക്ടീസ് ചെയ്ത് മത്സരത്തിൽ പങ്കെടുക്കുന്നത്. അപ്പൊ കലോത്സവത്തിൽ സമ്മാനം വാങ്ങണം എന്നുള്ള ആ ഒരു സമ്മാനമാണ് അവരുടെ ആഗ്രഹം എന്ന് പറയുന്നത്. പുറമേയുള്ള അത് വേണം, അത് എനിക്ക് വേണം എന്നുള്ള അത് ആ ഒരു സമ്മാനം കണ്ടിട്ടാണ്. അപ്പൊ കലോത്സവത്തിന് പങ്കെടുത്താൽ 50,000 രൂപ ക്യാഷ് അവാർഡ്, അല്ലെങ്കിൽ ജയിക്കുന്ന ഒരാൾക്ക് 50,000 രൂപ ക്യാഷ് അവാർഡ് എന്ന് പറഞ്ഞാൽ ആ പങ്കെടുക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് ആ ഒരു ക്യാഷ് അവാർഡ് വാങ്ങണം, അല്ലെങ്കിൽ എനിക്ക് നേടിയെടുക്കണം എന്ന് വിചാരിച്ചിട്ടാണ്. അല്ലാതെ പങ്കെടുക്കാൻ താല്പര്യത്തിനും താല്പര്യമില്ലായ്കയിലും പങ്കെടുക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ പുറമേയുള്ള ആ ഒരു മോട്ടിവേഷൻ, ആ പൈസ എന്ന് പറയുന്ന ആ ഒരു മോട്ടിവേഷനിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്? അവരതിൽ പങ്കെടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ ചെയ്തിട്ടുള്ള നമ്മൾ കഴിഞ്ഞ സെക്ഷനിൽ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, നമ്മൾ പിയാഷെനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച കാര്യങ്ങളാണ്. പിയാഷെനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന സമയത്ത് അപ്പോൾ പഠിച്ചിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത് മാച്ച് ദ ഫോളോയിങ് ആണ്. അപ്പോൾ ഇന്ദ്രിയജാലഘട്ടം ഉണ്ട്, അതുപോലെ തന്നെ പ്രാഗ് മനോവ്യാപാരഘട്ടം ഉണ്ട്, മൂർത്ത മനോവ്യാപാരഘട്ടം, ഔപചാരിക മനോവ്യാപാരഘട്ടം. അപ്പൊ ഇതിൽ കാണുമ്പോൾ നമുക്ക് പല 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 സംശയങ്ങൾ വരാൻ എന്തുണ്ട്? സാധ്യതകളുണ്ട്. എന്നിരുന്നാലും നമുക്ക് ഒറ്റയടിക്ക് എന്ത് ചെയ്യാം? ഇതിവിടെ സ്ഥിരത തരംതിരിക്കാനുള്ള കഴിവ്. ഇപ്പൊ സ്ഥിരത എന്ന് പറയുന്നത് മൂന്നാമത്തെ സ്റ്റേജ് ആയിട്ടുള്ള മൂർത്ത മനോവ്യാപാരഘട്ടത്തിലാണ് എന്ത് ഈ സംഭവങ്ങളൊക്കെ വരുന്നത്. ഓക്കെ അല്ലേ? ഇനി അടുത്തത് എന്ന് പറയുന്നത്, അപ്പോ 3ന്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ABC. സിയുടെ ആൻസർ എന്ന് പറയുന്നത് 1 സിയുടെ ആൻസർ 1 ആകെ ഈ ഒരെണ്ണേ ഉള്ളൂ. നോക്കിയേ, ഈ ഒരെണ്ണല്ലേ സിയുടെ ആൻസർ എന്ന് പറയുന്നത് 1 വരുന്നത് 1 ഉള്ളൂ. ഇവിടെ നോക്കിയാൽ ഇവിടെ 2, ഇവിടെ 4. എന്നാലും നമുക്ക് എന്ത് ചെയ്യാം? ബാക്കിയുള്ളതും കൂടി എന്ത് ചെയ്യാം? നോക്കാം. ഇനി വസ്തുസ്ഥൈര്യം ഇല്ലായ്മ എന്ന് പറഞ്ഞാൽ ആ ഒരു കാലഘട്ടത്തിൽ, അപ്പൊ ഏത് കാലഘട്ടത്തിലാണ് നമ്മൾ ഒബ്ജക്റ്റ് പെർമനൻസ് എന്ന് പറയുന്നത് ഏത്? പ്രാഗ് മനോവ്യാപാരഘട്ടത്തിലാണല്ലോ നമ്മൾ ആദ്യം പറയുന്നത്. എന്ത്? ഒബ്ജക്റ്റ് പെർമനൻസ് എന്ന് പറയുന്നത്, പ്രാഗ് മനോവ്യാപാരഘട്ടമല്ല, നമ്മുടെ ഇന്ദ്രിയജാലഘട്ടത്തിലാണല്ലോ വസ്തുസ്ഥൈര്യം എന്ന് പറയുന്നത്. ഒബ്ജക്റ്റ് പെർമനൻസ് അല്ലെങ്കിൽ വസ്തുസ്ഥൈര്യം. അപ്പോൾ വസ്തുസ്ഥൈര്യം ഇല്ലായ്ക എന്ന് പറയുന്നത് ഇന്ദ്രിയജാലഘട്ടത്തിലാണ് വരിക. അപ്പോൾ 1 ആൻസർ എന്ന് പറയുന്നത് 3. അപ്പൊ ഇത് രണ്ടും കറക്റ്റ് ആയല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ബാക്കിയുള്ളതും കൂടി എന്ത് ചെയ്യാം? ഇതേപോലെ നോക്കാം. പ്രാഗ് മനോവ്യാപാരഘട്ടം എന്ന് പറഞ്ഞാല് പ്രതിരൂപങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ചിന്ത. അപ്പോ ചിന്ത എന്ന് പറഞ്ഞാൽ നമ്മൾ അനിമിസ്റ്റിക് ചിന്തനം പറഞ്ഞു അല്ലേ?
പ്രതിരൂപങ്ങൾ ഉപയോഗിച്ച് ചിന്തിക്കുക, പാവയോട് സംസാരിക്കുക, ജീവനുള്ളതുപോലെ സംസാരിക്കുക. അതെന്താണ്? ഇതിലൊക്കെയാണ് വരുന്നത്. ലാസ്റ്റ് വൺ ഔപചാരിക മനോവ്യാപാര ഘട്ടം. ഔപചാരിക മനോവ്യാപാര ഘട്ടത്തിൽ മൂർത്തമായിട്ട് ചിന്തിക്കാനുള്ള കഴിവ്. ഡി എന്ന് പറയുന്നത് 2 ആണ്, ബി എന്ന് പറയുന്നത് 4 ആണ്. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ നമുക്ക് കൺഫ്യൂസിംഗ് ഉള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഒഴിവാക്കാനും അവോയ്ഡ് ചെയ്യാനൊക്കെ ആയിട്ട് പറ്റും. എന്നിരുന്നാലും നമുക്ക് എന്ത് ചെയ്യാം? ആൻസറിൽ സുഖമായിട്ട് എത്താനായിട്ട് പറ്റും. മാച്ച് ദ ഫോളോയിങ്. അപ്പൊ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നമുക്ക് ഒന്നും കൂടി നോക്കാം. ഇന്ദ്രിയജാല ഘട്ടം വരുന്നത് എവിടെയാണ്? വസ്തുസ്ഥൈര്യം ഇല്ല. വസ്തുസ്ഥൈര്യം എന്ന് പറയുന്നത് ഇന്ദ്രിയജാല ഘട്ടത്തിന്റെ പ്രത്യേകതയാണ്. അപ്പൊ അതില്ല. വസ്തുസ്ഥൈര്യം എന്ന് പറഞ്ഞാല് ആ ഒരു കാലഘട്ടത്തിൽ വരുന്ന ഇഷ്യൂ ആണ് ഇല്ലായ്മ എന്ന് പറയുന്നത്. പ്രാഗ് മനോവ്യാപാര ഘട്ടം. പ്രാഗ് മനോവ്യാപാര ഘട്ടം എന്ന് പറയുന്നത് മനോവ്യാപാര ഘട്ടത്തിൽ വരുന്നത് പ്രതിരൂപങ്ങൾ ഉപയോഗിച്ചുള്ള ചിന്ത. അതുപോലെ തന്നെ മൂർത്ത മനോവ്യാപാര ഘട്ടം. മൂർത്തമായ മനോവ്യാപാര ഘട്ടത്തിലാണ് എന്ത് വരുന്നത്? സ്ഥിരത, അതുപോലെ തന്നെ തരംതിരിക്കാനുള്ള കഴിവ്. ലാസ്റ്റ് വൺ ഔപചാരിക മനോവ്യാപാര ഘട്ടത്തിൽ മൂർത്തമായി ചിന്തിക്കാനുള്ള കഴിവ്. അതിന്റെ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഇപ്പൊ ലാസ്റ്റ് നടന്നിട്ടുള്ള എക്സാമിൽ ഉണ്ടായിട്ടുള്ളതാണ്. അതിന്റെ അടുത്തൊരു ചോദ്യം നമുക്ക് നോക്കാം. മനുഷ്യാവകാശങ്ങൾ ചൂണ്ടിക്കാട്ടി അന്യായമായ ഒരു നിയമം അനുസരിക്കുവാൻ ഒരാൾ വിസമ്മതിക്കുകയാണെങ്കിൽ കോൾബർഗിന്റെ അഭിപ്രായത്തിൽ അദ്ദേഹം ഉൾപ്പെട്ടിട്ടുള്ളത് ഏതിലാണെന്ന്? പൂർവ്വ യഥാസ്ഥിത സദാചാര തലം, അല്ലെങ്കിൽ മൂർത്ത മനോവ്യാപാര ഘട്ടം, യഥാസ്ഥികാനന്തര സദാചാര തലം, അതുപോലെ യഥാസ്ഥിതിക സദാചാര ഘട്ടം. അപ്പോ പ്രീ കൺവെൻഷണൽ സ്റ്റേജ്, കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്, പോസ്റ്റ് കൺവെൻഷണൽ സ്റ്റേജ്, അതുപോലെ തന്നെ കൺവെൻഷണൽ സ്റ്റേജ്. ഇതിൽ ഏതാണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്? 3 ഘട്ടം നമ്മുടെ കോൾബർഗിന്റെ സാൻമാർഗിക വികാസം പറയുന്നുണ്ട്. 2 പേര് സാൻമാർഗിക വികാസത്തിൽ പറയുന്നുണ്ട്. അതിൽ കോൾബർഗിന്റെ പിയാഷെനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കോൾബർഗ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വിത്ത് എക്സാമ്പിൾസ് സഹിതം ചോദ്യങ്ങൾ വരുന്ന ഒരു മേഖല കൂടിയാണ് എന്ത്? കോൾബർഗിന്റെ സാൻമാർഗിക വികാസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ യഥാസ്ഥിത സദാചാര തലമാണോ യഥാസ്ഥികാനന്തര സദാചാര തലമാണോ എന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആയിട്ടുള്ള പോസ്റ്റ് കൺവെൻഷണൽ സ്റ്റേജ് അല്ലെങ്കിൽ പോസ്റ്റ് കൺവെൻഷണൽ ലെവൽ ആണ്. അപ്പൊ നമുക്ക് ഓരോന്നും എന്ത് ചെയ്യാം? ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നോക്കാം. എന്താണ് കോൾബർഗിന്റെ സാൻമാർഗിക വികാസം? അപ്പൊ സാൻമാർഗത്തിലുള്ള സാൻമാർഗിക വികാസം അല്ലെങ്കിൽ മോറൽ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ നൈതിക വികാസം എന്നൊക്കെ പറഞ്ഞാൽ സാൻമാർഗികപരമായിട്ടുള്ള ആ ഒരു വികാസത്തെയാണ് എന്ത് ചെയ്യുന്നത്? ഉദ്ദേശിക്കുന്നത്. അപ്പോ കോൾബർഗിന്റെ കാഴ്ചപ്പാടിൽ ഒരു കുട്ടി തന്റെ മാതാപിതാക്കളോടും മുതിർന്നവരോടും ശിക്ഷയോ വെറുപ്പോ ഭയന്ന് അനുസരണ പ്രകടിപ്പിക്കുന്നു. ഈ ഒരു ഘട്ടം പ്രതിനിധാനം ചെയ്യുന്നത് ദണ്ഡാനുസരണ ഘട്ടം, പ്രായോഗിക ആപേക്ഷികത്വം, അതുപോലെ അന്തർവൈയക്തിക സമന്വയം, സാമൂഹിക സുസ്ഥിതി പാലനം. അപ്പോ ഈ ഒരു സംഭവം, ഈ ദണ്ഡാനുസരണ ഘട്ടം, ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ടേംസിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു. അപ്പൊ നോക്കിയേ, ഇതിന് ഇംഗ്ലീഷ് ടേം നോക്കിയാൽ അറിയാമെണ്ട് പണിഷ്മെന്റ് ആൻഡ് ഒബീഡിയൻസ് എന്ന് പറയുന്നത്. അപ്പോ ശിക്ഷയും അനുസരണയും അതിന്റെ തന്നെ വേറൊരു വേർഡാണ് എന്ത്? ദണ്ഡാനുസരണ ഘട്ടം എന്ന് പറയുന്നത്. ഈ ദണ്ഡാനുസരണ ഘട്ടം എന്ന് പറയുമ്പോൾ എന്തോ വലിയ സംഭവം നമ്മൾ പെട്ടെന്ന് ചിന്തിക്കും. എന്നിരുന്നാലും അപ്പൊ ചിലതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇംഗ്ലീഷ് ടേംസ് പഠിച്ചു കഴിഞ്ഞാൽ ഈ മലയാളമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. മലയാളം മാത്രം പഠിച്ചു പോയി കഴിഞ്ഞാൽ പല വിധത്തിലുള്ള ടേംസും കാര്യങ്ങളൊക്കെ നമുക്ക് കാണുമ്പോൾ വളരെ കൺഫ്യൂസിങ് ആയിട്ട് നിൽക്കും. അതുകൊണ്ടാണ് ഇംഗ്ലീഷും മലയാളം ഒരേപോലെ പഠിക്കണമെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതിൽ ഏത് ഘട്ടമാണ് എന്ന് നമുക്ക് നോക്കാം. നമ്മൾ ശിക്ഷയും അനുസരണയും എന്ന് പറയുന്നപ്പോൾ ശിക്ഷയെ പേടിച്ച് അനുസരിക്കുന്നു ആ ഒരു സംഭവം, ഈ ആദ്യത്തെയാണ് എന്ത്? ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. പണിഷ്മെന്റ് എന്ന് പറയുന്നത് ഈ ഒരു സ്റ്റേജിലാണ് വരുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? കോൾബർഗിന്റെ സാൻമാർഗിക വികാസവുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ നോക്കാം. സാൻമാർഗിക വികാസം അല്ലെങ്കിൽ നൈതിക വികാസം നമ്മൾ ഹെയ്സ് ഡിലേമ എന്ന് പറയുന്ന ഒരു സ്റ്റോറിയെ ബേസ് ചെയ്തിട്ടാണ് കോൾബർഗ് എന്ത് ചെയ്തിട്ടുള്ളത്? സാൻമാർഗിക വികാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഘട്ടങ്ങളും അതിന്റെ ലെവൽസും കാര്യങ്ങളും 3 ലെവലുകളിലായിട്ട് 6 ഘട്ടങ്ങളാണ്. അപ്പൊ ഓരോ ലെവലിലും 2 ഘട്ടം വെച്ചിട്ട് അങ്ങനെ 3 ലെവലുകളായിട്ട് 6 ഘട്ടമാണ് നമ്മുടെ കോൾബർഗ് എന്ത് ചെയ്തിട്ടുള്ളത്? ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ലെവൽ 1 എന്ന് പറയുന്നത് വ്യവസ്ഥാപിത പൂർവ്വതലമാണ്. വ്യവസ്ഥാപിത പൂർവ്വതലം അല്ലെങ്കിൽ പ്രാഗ് യഥാസ്ഥിത സദാചാരതലം, പൂർവ്വ യഥാസ്ഥിത സദാചാരതലം, പ്രീ കൺവെൻഷണൽ സ്റ്റേജ്. ആദ്യത്തെ ലെവലിൽ നമ്മൾ പറഞ്ഞു എന്ത്? വ്യവസ്ഥാപിത പൂർവ്വതലം. അതല്ലാന്നിട്ട് പ്രാഗ് യഥാസ്ഥിത സദാചാരതലം എന്ന് പറഞ്ഞാലോ അല്ലെങ്കിൽ പൂർവ്വ യഥാസ്ഥിത സദാചാരതലം എന്ന് പറഞ്ഞാലോ എന്താണ്? ഒന്നാണ്. അപ്പൊ അത് ആലോചിക്കുക. ഇതൊക്കെ വേറെ ടേംസ് ആണ്. ഓരോന്നും എന്ത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അതിൽ തന്നെ ആ ഒരു ലെവലിലെ ആദ്യത്തെ ഘട്ടമാണ് എന്ത്? ശിക്ഷയും അനുസരണയും എന്ന് പറയുന്നത്. അപ്പോൾ അമ്മയുടെ അടി പേടിച്ച് അനുസരിക്കുക, ശിക്ഷയെ പേടിച്ചിട്ട് എന്ത് ചെയ്യുന്നു? അനുസരിക്കുക എന്നുള്ളത് ഈ ഒരു സ്റ്റേജിൽ വരുന്ന കാര്യമാണ്. ഈ ലെവൽ 1ലെ രണ്ടാമത്തെ ഘട്ടമാണ് എന്ത്? പ്രായോഗിക
പ്രായോഗികമായിട്ടുള്ള ആപേക്ഷികത്വം, മറ്റുള്ളവരുടെ അംഗീകാരത്തിന് അതുപോലെ തന്നെ മറ്റുള്ളവരുടെ പ്രോത്സാഹനത്തിന് വേണ്ടിയിട്ട് അനുസരിക്കുക. അതായത് കൊടുക്കൽ വാങ്ങൽ മനോഭാവം, മറ്റുള്ളവർ നമുക്ക് നീ ഇത് പിടിച്ചോ, നീ ഇത് സ്വന്തം എടുത്തോ. അതുപോലെ തന്നെ ബോധിപ്പിക്കൽ മനോഭാവം, ഞാനേ അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, ഞാൻ അങ്ങനെ അത് കാരണം കൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. അപ്പോൾ ഒരു ബോധിപ്പിക്കൽ മനോഭാവം, കൊടുക്കൽ വാങ്ങൽ മനോഭാവം, അതൊക്കെയാണ് ഈ ഒരു പ്രായോഗികമായിട്ടുള്ള ആപേക്ഷികത്വത്തിൽ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റുന്നത്. അപ്പൊ ഇതൊക്കെ കൃത്യമായിട്ട് എന്ത് ചെയ്തിരിക്കണം, അറിഞ്ഞിരിക്കണം, കൃത്യമായി തന്നെ അറിഞ്ഞിരിക്കണം. മറ്റുള്ളവരുടെ അംഗീകാരത്തിനും പ്രോത്സാഹനത്തിനും വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ എന്താണ് ഈ ഒരു കാറ്റഗറിയിൽ വരുന്ന ആൾക്കാർ തയ്യാറാണ്. അടുത്തത് വ്യവസ്ഥാപിത തലം അല്ലെങ്കിൽ യഥാസ്ഥിത സദാചാര തലം. ഇപ്പൊ രണ്ടാമത്തെ ലെവലാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൺവെൻഷണൽ മൊറാലിറ്റി സ്റ്റേജ് എന്ന് പറയുന്നത്. ഇതിലും 2 ഘട്ടങ്ങൾ വരുന്നുണ്ട്. ആദ്യത്തേത് എന്ന് പറയുന്നത് അന്തർവൈയക്തിക സമന്വയം, മറ്റുള്ളവർ നല്ല അഭിപ്രായം പറയാനായിട്ട് ഗുഡ് ബോയ്, നൈസ് ഗേൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നത് കേൾക്കാൻ ഇഷ്ടമാണ്, അതിന് വേണ്ടിയിട്ട് ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കും. ഇത് ചോദിച്ചിട്ടുണ്ട്, ഗുഡ് ബോയ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നൈസ് ഗേൾ എന്നൊക്കെ പറയുന്നത് ഏത് കോൾബർഗിന്റെ ഏത് ഘട്ടത്തില് ഏത് സ്റ്റേജുമായിട്ട് റിലേറ്റഡ് ആണെന്നുള്ള ചോദ്യം വന്നിട്ടുണ്ട്. ഓരോ ഘട്ടവും നമ്മൾ അതേപോലെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ഒന്നാണ്. അതിൽ രണ്ടാമത്തെ ലെവലില് 4ാമത്തെ ഘട്ടം എന്ന് പറയുന്നത് സാമൂഹിക സുസ്ഥിതി പാലനം, നിയമങ്ങൾ അനുസരിക്കുക എന്നുള്ളത് തന്റെ കടമയായി കാണുന്നു. അപ്പോൾ ഈ ഒരു സ്റ്റേജിലാണ് തന്റെ കടമയായിട്ട് നിയമങ്ങൾ അനുസരിക്കുക എന്നുള്ളത് തന്റെ കടമയായിട്ട് കാണുന്നത്. അത് മാത്രമല്ല ക്രമസമാധാന പാലനത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, നന്മകൾ ചെയ്യുന്നു. സീബ്ര ലൈൻ ക്രോസ് ചെയ്യുക, അതുപോലെ റോഡ് മുറിച്ചടക്കുമ്പോൾ സീബ്ര ലൈൻ ക്രോസ് ചെയ്യുക. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതാണ്. വേസ്റ്റ് വലിച്ചെറിയാതിരിക്കുക, അതൊക്കെ ഇതിന് എക്സാമ്പിൾ ആണ്. അപ്പൊ നമ്മൾ പറഞ്ഞത് ജസ്റ്റ് ഒന്നുകൂടി എന്ത് ചെയ്യാം, ഓടിച്ചെന്ന് പറയാം. ഇപ്പൊ നമ്മൾ ആദ്യത്തെ ലെവലില് ആദ്യത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ ശിക്ഷയും അനുസരണയും, ശിക്ഷയെ പേടിച്ചിട്ട് അനുസരിക്കുന്നു. രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത്, രണ്ടാമത്തെ ഘട്ടം ഏതാണ്, പ്രായോഗികമായിട്ടുള്ള ആപേക്ഷികത്വം, മറ്റുള്ളവരുടെ അംഗീകാരത്തിനായിട്ട് ഓരോന്ന് ചെയ്യുക, കൊടുക്കൽ വാങ്ങൽ മനോഭാവം, അതുപോലെ ബോധിപ്പിക്കൽ മനോഭാവം ഒക്കെ അതിലാണ് വരുന്നത്. 3ാമത്തെ ഘട്ടം എന്ന് പറയുന്നത് അന്തർവൈയക്തിക സമന്വയമാണ്, മറ്റുള്ളവർ നല്ലത് പറയുന്നതിന് ആവശ്യമായിട്ട് ഓരോന്ന് പറയുന്നതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നു. ഗുഡ് ബോയ്, നൈസ് ഗേൾ, ആലോചിച്ച് വെക്കുക. അതുപോലെ സാമൂഹിക സുസ്ഥിതി പാലനം എന്ന് പറഞ്ഞാൽ സമൂഹത്തിന് നന്മ നൽകുന്ന ആ നിയമങ്ങളും കാര്യങ്ങളൊക്കെ അനുസരിക്കുന്നത് ഈ ഒരു സ്റ്റേജിലാണ്. അടുത്തത് എന്ന് പറയുന്നത് അവസാനത്തെ ലെവലായിട്ടുള്ള വ്യവസ്ഥാപിത സദാചാര തലം, വ്യവസ്ഥാപിതാനന്തര സദാചാര തലം അല്ലെങ്കിൽ യഥാസ്ഥിതാനന്തര സദാചാര തലം, പോസ്റ്റ് കൺവെൻഷണൽ മൊറാലിറ്റി സ്റ്റേജ്. അപ്പോ ഈ ഒരു ഘട്ടത്തിൽ എന്ന് പറഞ്ഞാല് 2 ഘട്ടങ്ങൾ വീണ്ടും നമ്മൾ ഈ ഒരു ലെവലിൽ 2 ഘട്ടങ്ങൾ വരുന്നുണ്ട്. 5ാമത്തെ ഘട്ടം എന്ന് പറയുന്നത് സാമൂഹിക വ്യവസ്ഥ നിയമപരം, സമൂഹത്തിന് പ്രയോജനപ്പെടുന്ന നിയമങ്ങൾ മാത്രം പാലിക്കുന്നു, എല്ലാ നിയമങ്ങളെയും അംഗീകരിക്കില്ല, നിഷ്പ്രയോജനമായിട്ടുള്ള നിയമങ്ങളെ എതിർക്കുന്നു, പെട്രോളിന് വില കൂടുന്നതിന് അലമ്പുണ്ടാക്കുന്നത്. ഇപ്പൊ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഇതായിരുന്നു അല്ലെ, സാമൂഹികമായിട്ടുള്ള സമൂഹത്തിന് നമുക്ക് നിയമങ്ങൾ എന്ന് പറയുന്നത് നിയമങ്ങൾ പാലിക്കാനുള്ളത്. അപ്പോൾ ആവശ്യമായിട്ടുള്ള നിയമങ്ങൾ പാലിക്കുന്നു, നിഷ്പ്രയോജനമായിട്ടുള്ളവയെ എന്ത് ചെയ്യുന്നു, ഒഴിവാക്കുന്നു, അതിന് ചോദ്യം ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അവസാനത്തെ ലെവലില് 5ാമത്തെ ഘട്ടമായിട്ടുള്ള സാമൂഹിക വ്യവസ്ഥ നിയമപരത്തിലാണ് അങ്ങനെ വരുന്നത്. അവസാനത്തെ ഘട്ടം സാർവജനീയ സദാചാരതലം, മറ്റുള്ളവരുടെ പ്രോബ്ലംസ് മനസ്സിലാക്കുന്നു, മറ്റുള്ളവർ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഫേസ് ചെയ്യുന്നത്, അവരുടെ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നീതി, ന്യായം, സമത്വം എന്നീ തത്വങ്ങളിൽ അടിസ്ഥാനമാക്കിയിട്ട് പ്രവർത്തിക്കുന്നത് ഈ ഒരു ഘട്ടത്തിലാണ്. ഇപ്പൊ ഈ ഒരു ഘട്ടവുമായി ബന്ധപ്പെട്ട് നമ്മളോട് പൊതുവിലായിട്ട് ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് എന്ത്, നമ്മള് ഒരു അധ്യാപിക എന്ത് ചെയ്യുന്നു, ക്ലാസ്സിൽ സ്ഥിരമായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു കുട്ടി എന്ത് ചെയ്യുന്നു, HMനെ ഏൽപ്പിക്കുന്നു. HMനെ ഏൽപ്പിക്കുന്നതാണോ അതോ ഏൽപ്പിക്കുന്നതല്ല, ഏൽപ്പിച്ചില്ല, ആ കുട്ടിയായിട്ട് സംസാരിച്ച് ആ കുട്ടിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. അപ്പോ ഈ ഒരു കോൾബർഗിന്റെ സാൻമാർഗിക വികാസവുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്തു, ഏതൊരു സ്റ്റേജിലാണ് വരുന്നത്, ആ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് സാർവജനീയ സദാചാര തത്വമാണ്. എന്നൊക്കെ നീതി, ന്യായം, സമത്വം. ആ ഒരു കുട്ടി ക്ലാസ്സിൽ ഡെയിലി എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കുട്ടിയുടെ ആ ഒരു വീട് അന്തരീക്ഷം അല്ലെങ്കിൽ ആ കുട്ടിയുടെ പരിധിയിലുള്ള കാര്യങ്ങളിൽ വരുന്ന ഓരോ പ്രശ്നങ്ങൾ കൊണ്ടാവും കുട്ടി അങ്ങനെ ആയി മാറിയിട്ടുണ്ടാവുക. അപ്പൊ കാര്യങ്ങൾ മനസ്സിലാക്കി അധ്യാപിക അതിനുള്ള പരിഹാരം ചെയ്തു കൊടുത്തുവെങ്കിൽ നീതി, അവിടുത്തെ ആ കുട്ടിയുടെ നീതി എന്താണ് അല്ലെങ്കിൽ ന്യായം എന്താണ് അതൊക്കെ മനസ്സിലാക്കി ആ എല്ലാവരെയും പോലെ സമമായിട്ട് കണ്ടുകൊണ്ടാണ് അധ്യാപിക അങ്ങനെ ചെയ്തു കൊടുത്തതെങ്കിൽ ഈ ഒരു ഘട്ടത്തിലാണ് വരുന്നത്. അപ്പൊ ശിക്ഷയും അനുസരണയും ആദ്യത്തെ ലെവലിൽ ഇതിൽ വരുന്നു. പിന്നെ രണ്ടാമത്തേത് പ്രായോഗികമായിട്ടുള്ള ആപേക്ഷികത്വമാകുമ്പോൾ എന്താണ്, മറ്റുള്ളവർ നല്ലത് പറയാനായിട്ട് ഓരോന്ന് ചെയ്യുന്നു. പിന്നത്തെ സ്റ്റേജിൽ വരുന്ന സമയത്ത് പ്രായോഗികമായിട്ടുള്ള ആപേക്ഷികത്വം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗുഡ് ബോയ്, നൈസ് ഗേൾ, അത് കേൾക്കാനുള്ള താല്പര്യം. പിന്നെ നിയമങ്ങൾ എന്ത് ചെയ്യുന്നു, സാമൂഹിക വ്യവസ്ഥ നിയമപരത്തിൽ നിയമങ്ങൾ അനുസരിക്കുന്നു, ഒബേ ചെയ്ത് സമൂഹത്തിന് നന്മ ചെയ്യുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു. പിന്നെ 5ാമത്തെ സ്റ്റേജിൽ സാമൂഹിക വ്യവസ്ഥ, 4ാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത്
സാമൂഹിക സുസ്ഥിതി പാലനാണ് ഇത് എന്ന് പറഞ്ഞാൽ സാമൂഹിക വ്യവസ്ഥ നിയമപരം. സാമൂഹിക വ്യവസ്ഥ നിയമപരത്തിൽ എന്താണ് വരുന്നത്? സമൂഹത്തിന് നല്ലത് എന്ന് പറഞ്ഞാൽ ചെയ്യും, എതിർക്കേണ്ട കാര്യങ്ങൾ എതിർത്തുകൊണ്ട് വേണ്ട കാര്യങ്ങൾ മാത്രം ചെയ്യും. അതുപോലെ തന്നെ സാർവജനീയ സദാചാര തലം, ലാസ്റ്റ് വണ്ണിൽ എന്താണ്? നീതി, ന്യായം, സമത്വം, അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ചെയ്യും. വസുദൈവ കുടുംബകം എന്ന് പറയുന്നത് ഇതുമായിട്ട് അവസാനത്തെ ഘട്ടമായിട്ടുള്ള വസുദൈവ കുടുംബകം എന്ന് പറയുന്നത് ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു എക്സാമ്പിൾ ആണ്. ഇതൊക്കെ എന്ത് ചെയ്യുക? കോൾബർഗിന്റെ സാൻമാർഗിക വികാസം ഓരോ ഘട്ടങ്ങളും അതിന്റെ ലെവലുകളും എല്ലാം കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ആദ്യത്തെ ബുദ്ധിശോധകം വികസിപ്പിച്ചെടുത്തത്, നെക്സ്റ്റ് ചോദ്യമാണ്, ബുദ്ധിശോധകം ആരാ വികസിപ്പിച്ചെടുത്തത്? ഡേവിഡ് വെഷ്ലർ, അതുപോലെ തന്നെ സ്പിയർമാന്, ഗിൽഫോർഡ്, ആൽഫ്രഡ് ബീനെ അല്ലെങ്കിൽ തിയോഡർ സൈമൺ. അപ്പോൾ ഇതിൽ ആരാന്നുള്ളത്? തിയോഡർ സൈമണും ആൽഫ്രഡ് ബീനെയും കൂടിയിട്ടാണ് ആദ്യത്തെ ബുദ്ധിശോധകം എന്ന് പറയുന്നത് വികസിപ്പിച്ചെടുത്തിട്ടുള്ളത്. ബുദ്ധിമാനത്തെ പറ്റിയിട്ട് എന്ത് ചെയ്യാം നമുക്ക് നോക്കാം. മെഷർമെന്റ് ഓഫ് ഇന്റലിജൻസ് എന്താണെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് നോക്കാം. ബുദ്ധിശക്തിയെ വസ്തുനിഷ്ഠമായി നിർണ്ണയിക്കാനുള്ള ആദ്യ ശ്രമം നടത്തിയത് ആൽഫ്രഡ് ബീന എന്ന് പറയുന്ന മനഃശാസ്ത്രജ്ഞനാണ്. അപ്പൊ ബുദ്ധി പരീക്ഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ആൽഫ്രഡ് ബീനെയാണ്. ഓരോന്നും ചോദിക്കാറുള്ള കാര്യം മാത്രമേ ഇതിൽ കൊടുത്തിട്ടുള്ളൂ കേട്ടോ. റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന മേഖലകളും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കണ്ടന്റും മാത്രമേ ഇതിൽ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ആൽഫ്രഡ് ബീനെയാണ് ബുദ്ധി പരീക്ഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. ആൽഫ്രഡ് ബീനെ, തിയോഡർ സൈമൺ എന്നിവരൊക്കെ ചേർന്നിട്ട് 1905 ഒരു 30 ചോദ്യങ്ങൾ ഉൾപ്പെടുന്ന ഒരു ബുദ്ധിശോധകം ഉണ്ടാക്കി തയ്യാറാക്കി. ഈ ഒരു ബുദ്ധി പരീക്ഷ അറിയപ്പെടുന്ന പേരാണ് ബീനെ സൈമൺ സ്കെയിൽ. അപ്പൊ അവര് തയ്യാറാക്കിയിട്ടുള്ള ആ ഒരു 30 ക്വസ്റ്റ്യങ്ങളുള്ള ആ ബുദ്ധിശോധകം എന്ന് പറയുന്നത് അറിയപ്പെടുന്നത് എന്താണ്? ബീനെ സൈമൺ സ്കെയിൽ എന്നാണ് അറിയപ്പെടുന്നത്. മാനസിക വയസ്സ്, മെന്റൽ ഏജ് എന്ന് പറയുന്ന ആശയത്തിന് രൂപം നൽകിയിട്ടുള്ളത് ആൽഫ്രഡ് ബീനെയാണ്. മെന്റൽ ഏജ് MA എന്ന് പറയുന്നത് MA രൂപം നൽകിയിട്ടുള്ളത് ആരാണ്? മാനസിക വയസ്സിന് രൂപം നൽകിയിട്ടുള്ളത് ആരാണ്? നമ്മുടെ ആൽഫ്രഡ് ബീനെയാണ്. ഓർത്ത് വെക്കണം, വ്യക്തികളുടെ മാനസിക വികാസം അളക്കുന്നതിന് മാനസിക വയസ്സിന്റെ രൂപത്തിലാണ് മനസ്സിലാക്കി വയസ്സ് കണക്കാക്കുന്നതിന് ബുദ്ധി പരീക്ഷ തയ്യാറാക്കി. അതിന്റെ സ്കോറിങ്ങിന്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്? അവരുടെ ബുദ്ധിയും കാര്യങ്ങളൊക്കെ ഇതാക്കിയിട്ടുള്ളത്. അപ്പൊ സ്കോർ എന്ന് പറയുന്നത് ചില സാഹചര്യങ്ങളിൽ കൂടിയും കുറഞ്ഞിരിക്കും. ചിലപ്പോൾ നമ്മൾ മാനസികമായിട്ടുള്ള പല പ്രശ്നങ്ങൾ എന്ത് ചെയ്യും? ആ സ്കോറിനെ ബാധിക്കുന്ന ഒന്നായിട്ട് മാറും. അപ്പൊ നമുക്ക് അത്രത്തോളം 100% ഓക്കെ എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. ഈ ഒരു ബുദ്ധി പരീക്ഷ നടത്തിയിട്ട് ബുദ്ധി ചെക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ നമുക്ക് 100% ട്രസ്റ്റബിൾ ആണോ ചോദിച്ചാൽ ട്രസ്റ്റബിൾ അല്ല. അതിലും ചെറിയ ചെറിയ വേരിയേഷൻസ് എന്തായാലും ഉണ്ടായിരിക്കും. അപ്പൊ വ്യക്തികളുടെ മാനസിക വികാസം അളക്കുന്നതിന് മാനസിക വയസ്സിന്റെ രൂപത്തിലാണ്. അതുപോലെ തന്നെ മാനസിക വയസ്സ് കണക്കാക്കുമ്പോൾ ബുദ്ധി പരീക്ഷ നേടുന്ന സ്കോറിന്റെ അടിസ്ഥാനത്തിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് ബുദ്ധിമാനം എന്താണെന്ന് നോക്കാം. ബുദ്ധിമാനം എന്ന് പറയുന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് വില്യം സ്റ്റേൺ ആണ്. ജർമ്മൻ മനഃശാസ്ത്രജ്ഞനായിട്ടുള്ള വില്യം സ്റ്റേൺ ആണ്. അതുപോലെ തന്നെ മാനസിക വയസ്സ് MA, കാലിക വയസ്സ് CA തമ്മിലുള്ള അനുപാതത്തിന്റെ ശതമാനാണ് ബുദ്ധിമാനം എന്ന് പറയുന്നതും ഈ ഒരു സ്റ്റേണിന്റെ ഇതാണ്. പിന്നെ അതുപോലെ തന്നെ ഇത്തരം കാര്യങ്ങളാണ് ബുദ്ധിമാനവും ബുദ്ധിമാപനവും തമ്മിൽ പറയാനായിട്ടുള്ളത്. ഇനി പറയുന്നവയിൽ ഏതാണ് കുട്ടികളുടെ പഠന പ്രക്രിയയെ പ്രതികൂലമായിട്ട് ബാധിക്കുന്നത്? അപ്പോൾ കുറച്ച് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. കുട്ടികളുടെ പഠന പ്രക്രിയയെ പ്രതികൂലമായിട്ട് ബാധിക്കുന്നത് ഏതൊക്കെ നമുക്ക് നോക്കാം. മാതാപിതാക്കളുടെ പിന്തുണയുടെ അഭാവം, അതുപോലെ തന്നെ നല്ല സമപ്രായക്കാരുമായുള്ള ബന്ധങ്ങള്, അധ്യാപകരിൽ നിന്നുള്ള പിന്തുണ, അതുപോലെ നന്നായി നിർവചിക്കപ്പെട്ട ലക്ഷ്യങ്ങൾ, വെൽ ഡിഫൈൻഡ് ഗോൾസ്. അപ്പൊ അതിൽ നല്ല ലക്ഷ്യങ്ങൾ ഉള്ളത്. അപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ളത് ഇത്രയേ ഉള്ളൂ പഠനത്തെ പ്രതികൂലമായി ബാധിക്കുന്നത്. അപ്പൊ നമുക്ക് ഓരോന്നും നോക്കാം. അടിയിൽ നോക്കാം. നന്നായി നിർവചിക്കപ്പെട്ട ലക്ഷ്യം, ഒരു പ്രോപ്പർ ആയിട്ടുള്ള വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ലക്ഷ്യം ഉണ്ട് എങ്കിൽ പഠനത്തെ പ്രതികൂലമായിട്ട് ബാധിക്കുമോ? ഇല്ല, അത് പോസിറ്റീവായിട്ടാണ് ബാധിക്കുക. ആ ലക്ഷ്യം നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് എന്താവും? മാക്സിമം പ്രവർത്തിക്കും. അധ്യാപകരിൽ നിന്നുള്ള പിന്തുണ, അധ്യാപകർ നമ്മൾ പഠിക്കാനായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ പഠനത്തിൽ ആ പഠന പ്രക്രിയയെ പ്രതികൂലമായിട്ട് ബാധിക്കുമോ? ഇല്ല, അതും പോസിറ്റീവായിട്ട് തന്നെയാണ് പോവുക. സമപ്രായക്കാരുമായിട്ടുള്ള നല്ല ബന്ധങ്ങൾ, അപ്പോൾ ഒരേ പ്രായക്കാരായിട്ടുള്ള നല്ല സുഹൃത്തുക്കളെ കിട്ടുന്നതും എന്താണ്? അതും അത് പോസിറ്റീവായിട്ടുള്ള പഠന പിന്തുണ തന്നെയാണ് ഉള്ളത്. പഠന പ്രക്രിയക്ക് അനുകൂലമായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. ലാസ്റ്റ് വണ്ണായിട്ടുള്ള മാതാപിതാക്കളുടെ പിന്തുണയുടെ അഭാവം. അപ്പൊ മാതാപിതാക്കളിൽ നിന്നുള്ള പിന്തുണ എന്ന് പറയുന്നത് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒന്നാണ്. എല്ലാവരും ആഗ്രഹിക്കുക മീൻസ് എല്ലാവർക്കും എന്തുണ്ട്?
എന്താവും, പഠിക്കുമ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യണം അല്ലെങ്കിൽ എന്നെ ഹെൽപ്പ് ചെയ്യണം എന്നുള്ളൊരു മൈൻഡ് സ്വാഭാവികമായിട്ടും ഉണ്ടാവും. അപ്പൊ മാതാപിതാക്കളുടെ പിന്തുണയുടെ അഭാവം കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, കുട്ടികളുടെ പഠനത്തിൽ ഈ തന്നിട്ടുള്ള ഓപ്ഷനിൽ മോർ സ്യൂട്ടബിൾ, പഠനത്തെ പ്രതികൂലമായി ബാധിക്കുന്നത് എന്ന് പറഞ്ഞതിൽ ഏറ്റവും മോർ സ്യൂട്ടബിൾ ആയിട്ടുള്ളത് എന്താണ്, മാതാപിതാക്കളുടെ പിന്തുണയുടെ അഭാവമാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഈ ചോദ്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ഏകദേശം എല്ലാ ആൻസേഴ്സ് ഒക്കെ ഒരുപോലെ ഇരിക്കും. എന്നിരുന്നാലും മോർ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ആലോചിച്ച് നോക്കി ഈ ഒരു ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇന്ന കാര്യങ്ങൾ എന്തൊക്കെയാന്നുള്ളത് കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. ഓർത്താൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, ക്ലിയർ ചെയ്യാനായിട്ട് പറ്റും. ബുദ്ധിശക്തിയുടെ ദ്വിഘടക സിദ്ധാന്തം മുന്നോട്ട് വെച്ചത് ആര്? അപ്പോ ഗാർഡ്നർ ആണോ, സ്പിയർമാൻ ആണോ, തേഴ്സൺ ആണോ, സ്റ്റേൺബർഗ് ആണോ? അപ്പോ സ്പിയർമാന്റെ ആണ് ദ്വിഘടക സിദ്ധാന്തം, ബുദ്ധി സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട്. ഇപ്പൊ നമ്മൾ ബുദ്ധി സിദ്ധാന്തം തന്നെ ഇപ്പൊ മൂന്നാമത്തതാണ്. ത്രിമുഖ സിദ്ധാന്തം പറഞ്ഞു, അതുപോലെ തന്നെ ബഹുമുഖ സിദ്ധാന്തം പറഞ്ഞു. അതുപോലെ ഇനിയിപ്പോ നമ്മൾ പറയാൻ പോകുന്നത് എന്ന് പറയുന്നത് ദ്വിഘടക സിദ്ധാന്തമാണ്. ബുദ്ധിക്ക് 2 ഘടകങ്ങളാണ് ഉള്ളത്. ദ്വിഘടകം, അതിൽ തന്നെ ഉണ്ട് ദ്വിഘടകം, 2 ഘടകങ്ങളുണ്ട് എന്ന് പറയുന്നതാണ് ഈ ഒരു തിയറിയിൽ പറയുന്നത്. അപ്പോൾ ദ്വിഘടക സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് സ്പിയർമാൻ ആണ്. സ്പിയർമാന്റെ അഭിപ്രായത്തിൽ ബുദ്ധിയിൽ 2 ഘടകങ്ങളാണ് ഉള്ളത്. ഒന്ന് സാമാന്യ ഘടകം, സാമാന്യം ജനറൽ ആയിട്ടുള്ള ജി ഫാക്ടർ, സാമാന്യ ഘടകം ജി ഫാക്ടർ. രണ്ടാമത്തെ എന്ന് പറയുന്നത് വിശിഷ്ടമായിട്ടുള്ള ഘടകം, സ്പെസിഫിക് ആയിട്ടുള്ള ഫാക്ടർ. അപ്പൊ ജി ഫാക്ടർ ഉണ്ട്, അതുപോലെ തന്നെ എസ് ഫാക്ടർ ഉണ്ട്. ജി ഫാക്ടർ, എസ് ഫാക്ടർ. അതുപോലെ തന്നെ എന്ന് പറയുന്നത് ഇനി ജി ഫാക്ടർ എന്താണ്, അതിൽ എന്തൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ട്, എസ് ഫാക്ടറിന്റെ പ്രത്യേകത എന്താണ്, എന്തൊക്കെ വരുന്നുണ്ട് കൃത്യമായിട്ട് തന്നെ നോക്കണം. ചോദിക്കാറുണ്ട്, ഇത് ജി ഫാക്ടറിന്റെ പ്രത്യേകതയാണോ അല്ലെങ്കിൽ ഇത് എസ് ഫാക്ടറിന്റെ പ്രത്യേകതയാണോ എന്നുള്ളത് കൃത്യമായിട്ട് തന്നെ ചോദ്യങ്ങൾ വരാറുണ്ട്. ജി ഫാക്ടറിന്റെ സവിശേഷതകൾ ജന്മസിദ്ധമായിട്ട് ജനിക്കുമ്പോൾ തന്നെ, ജനറൽ ആയിട്ടുള്ളത് ആലോചിച്ചാൽ ജനിക്കുമ്പോൾ തന്നെ എന്തുണ്ടാവും, ഈ ഒരു ജി ഫാക്ടർ ആളുകളിൽ ഉണ്ടായിരിക്കും. ജനറൽ ആയിട്ടുള്ള ഫാക്ടർ ഉണ്ടായിരിക്കും. പൊതുവായ മാനസിക ശക്തി എന്ന് പറയുന്നത് എന്താണ്, വിശേഷമായ ഓരോരുത്തർക്കും എന്താണ് അവരുടെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ സ്ഥിരമാണ് എന്ത്, ഈ ഒരു ജി ഫാക്ടർ എന്ന് പറഞ്ഞാല് സ്ഥിരമായിട്ടുള്ളതാണ്, എല്ലാ പ്രവർത്തനങ്ങളിലും കാണപ്പെടുന്നു. അപ്പോ ജി ഫാക്ടർ അല്ലെങ്കിൽ ജനറൽ ഫാക്ടർ എന്ന് പറയുന്നത് ആ ഒരു വ്യക്തിയുടെ ഏത് പ്രവർത്തനം എടുത്താലും അതിലൊക്കെ കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ജിയുടെ അളവ് കൂടുന്നതിനനുസരിച്ച് ജീവിത വിജയവും കൂടും. അപ്പോൾ ജി ഫാക്ടർ നമുക്ക് കൂടുതലാണ്, നമ്മുടെ ബുദ്ധിയിൽ ജി ഫാക്ടറിന്റെ അളവ് കൂടുതലാണ് എങ്കിൽ നമുക്ക് ഉണ്ടായിരിക്കും, ജീവിത വിജയം കൂടാനായിട്ട് സാധ്യതയുണ്ട്. ജിയുടെ അളവിൽ വ്യക്തി വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ ആളുകൾക്കനുസരിച്ച് ജിയുടെ അളവിൽ എന്തുണ്ടായിരിക്കും, വ്യക്തി വ്യത്യാസം ഉണ്ടായിരിക്കും. അതായത് എനിക്കുള്ള ജിയുടെ അളവാകണമെന്നില്ല നിങ്ങൾക്കുള്ളത്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. ജന്മസിദ്ധമാണ്, പൊതുവായിട്ട് മാനസിക ശക്തിയുടെ വിശേഷമാണ്, അതുപോലെ സ്ഥിരമായിട്ടുള്ളതാണ്. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് എല്ലാ പ്രവർത്തനങ്ങളിൽ കാണുന്നുണ്ട്. ജിയുടെ അളവ് കൂടിക്കഴിഞ്ഞാൽ ജീവിത വിജയത്തിനുള്ള പോസിബിലിറ്റീസ് കൂടുതലാണ്. ജിയുടെ അളവ് എന്തുണ്ട്, വ്യക്തി വ്യത്യാസം ഉണ്ടായിരിക്കും. എനിക്കുള്ള ജിയുടെ അളവ് ആവണമെന്നില്ല നിനക്കുള്ളത്, അത്ര ആലോചിക്കുക. എസിന്റെ സവിശേഷതകൾ, സ്പെസിഫിക് ഫാക്ടറിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. പരിസ്ഥിതിയിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, ആർജിക്കപ്പെടുന്നത്. മറ്റേന്ന് പറയുന്നത് ജന്മസിദ്ധമാണെന്ന് പറഞ്ഞു. എസ് എന്ന് പറയുന്നത് എന്താണ്, സ്പെസിഫിക് ആയിട്ട് പരിസ്ഥിതിയിൽ നിന്ന് ആർജിക്കുന്നതാണ് എസിൽ വരുന്നത്. ഒരു വ്യക്തിയിൽ ഓരോ പ്രവർത്തനത്തിനും എസ് ഫാക്ടർ ഒരുപോലെയാണ് പ്രവർത്തിക്കുന്നത്. അപ്പൊ ഏത് പ്രവർത്തനത്തിലാണെന്നുണ്ടെങ്കിലും ഒരുപോലെയാണെന്നല്ലേ, ഒരുപോലെയല്ല പ്രവർത്തിക്കുന്നത്. എസ് ഫാക്ടറിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ്, ഒരുപോലെയല്ല. എസ് എന്ന് പറയുന്ന ഘടകത്തിന്റെ അളവിലും വ്യക്തി വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ എസ് സ്പെസിഫിക് ആയിട്ടുള്ള ആ ഒരു ബുദ്ധി എന്ന് പറയുന്നത്, സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ്, ഓരോ വ്യക്തി വ്യത്യാസത്തിനനുസരിച്ച് അളവിലും മാറ്റങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ ഇത്ര ആലോചിച്ചാൽ മതി. ജി എന്ന് പറയുന്നത് ജനറൽ ആണ്, ജനിച്ചപ്പോഴേ ഉണ്ട്, ജന്മസിദ്ധമാണ്. ഇതെന്ന് പറഞ്ഞാൽ പരിസ്ഥിതിയിൽ നിന്ന് നേടിയെടുക്കുന്നതാണ്. കാര്യങ്ങൾ കമ്പയർ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ഒന്നും കൂടി എളുപ്പമുണ്ടായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ ജി ഫാക്ടർ എല്ലാവർക്കും ഒരുപോലെ ആവണമെന്നില്ല, വ്യക്തി വ്യത്യാസത്തിനനുസരിച്ച് മാറ്റങ്ങൾ സംഭവിക്കും. അതുപോലെ എസ് ഫാക്ടർ ആണെന്നുണ്ടെങ്കിൽ വ്യക്തി വ്യത്യാസത്തിനനുസരിച്ച് മാറ്റങ്ങൾ സംഭവിക്കും. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ പ്രധാനമായിട്ടും ഓർത്ത് വെക്കണം. ബുദ്ധി സിദ്ധാന്തങ്ങൾ, എല്ലാ സിദ്ധാന്തങ്ങളിൽ നിന്നും ചോദ്യങ്ങൾ വരാറുള്ളതാണ്. ബഹുമുഖ ബുദ്ധി ആയിക്കോട്ടെ, എല്ലാ മൾട്ടിപ്പിൾ ഇന്റലിജൻസ്, എല്ലാം നമ്മൾ പഠിക്കുന്ന എല്ലാ ബുദ്ധി സിദ്ധാന്തങ്ങളും ചോദ്യങ്ങൾ വരാറുള്ള ഏരിയ ആണ്. അത്രയും നമ്മൾ ഫോക്കസ്ഡ് ആയിട്ട് അത്രയും ഇതായിട്ട് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതുപോലെ തന്നെ അത്രയും സ്ട്രെയിൻ ചെയ്ത് അല്ലെങ്കിൽ അത്രത്തോളം എന്ത് ചെയ്യണം, അതിന് എഫേർട്ട് ഇട്ട് പഠിക്കേണ്ടതുണ്ട്. ഇപ്പൊ നമ്മൾ കേട്ടറ്റ് എന്ന് പറയുന്നത് കമ്പൽസറി ആണ്, എല്ലാവരും ആലോചിക്കേണ്ട ഒരു കാര്യമാണ്, അത് കമ്പൽസറി ആണ്. അപ്പോൾ തീർച്ചയായിട്ടും എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, താങ്ക് യു.